ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോ നമ്മളിപ്പോ നിലവില് എജുവൈസ് എജുവൈസിന്റെ PYQ സെഷനിലെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സെഷനാണിത്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാം, അതായത് 2023 ഡിസംബറിലെ അതിന്റെ ആ ക്വസ്റ്റ്യൻ ആ സമയത്ത് ആ ഒരു ടൈമിൽ ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ PYQസിന്റെ അനലൈസ് ആണ് ഈ ഒരു സെഷനിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു PYQ സെഷൻ അല്ലെങ്കിൽ PYQ അനലൈസ് ചെയ്യുക എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ അതിനെ അനലൈസ് ചെയ്യലായി. അപ്പൊ അങ്ങനത്തെ സെഷനാണ് നമുക്കിപ്പോ നിലവിലിപ്പോ ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും കാണുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ഷോക്കേസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക പരമാവധി. എന്നിട്ട് നിങ്ങളുടെ ഇത്രയും കാലം ഏകദേശം ഒരു മാസം കൂടി കറക്റ്റ് ഒരു മാസമേ ഇനിയുള്ളൂ. അപ്പോൾ അത്രയും കാലത്തെ ഇനി അങ്ങോട്ടുള്ള എത്രത്തോളം പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും കാലം പ്രിപ്പയർ ചെയ്ത് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ സെഷനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിൽമാഫിൽ അമോദ്, അതായത് മാച്ച് ചെയ്യാനാണ്. B രണ്ട് പാട്ടുകളുണ്ട്. ഒന്നാമത്തെ മുഹമ്മദ് അൽ ഖാസിം ബിൻ അലി അൽ ഹരീരി ഉണ്ട്, അബ്ദുല്ലാഹിബിൻ മുഖഫ ഉണ്ട്, അബുൽ ഫർജ് അൽ അസ്ഫഹാനി ഉണ്ട്, ഇബ്നു അബ്ദുറബ്ബ ഉണ്ട്. മറ്റൊരു ഭാഗത്ത് അദബു സഗീർ, അഖ്ദുൽ ഫരീദ്, ദുർറത്തുൽ ഖവാസ് ഫി അവഹാമിൽ ഖവാസ് ഉണ്ട്, കിതാബുൽ അഗാനി ഉണ്ട്. ഇത് മാച്ച് ചെയ്യാനാണ്. ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. ഇവിടെ നമുക്ക് അതായത് ഏതൊരു ഇങ്ങനത്തെ മാച്ച് ചെയ്യാനുള്ള ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും. അതായത് ബദീഹി ആയിട്ട് തന്നെ എല്ലാവർക്കും കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് അതിലുണ്ടാവും അല്ലെ. അപ്പൊ ഇതിലുള്ള ഏകദേശമൊക്കെ സിമ്പിൾ ആണ്, വലിയ ചെയ്യാനില്ലാത്ത കാര്യങ്ങളാണ്. അബ്ദുറബ്ബ, ഖുദുൽ ഫരീദിൽ അതൊക്കെ എല്ലാവർക്കും അറിയാം. അതായത് അത്ര ഡീപ്പായിട്ട് പഠിക്കാത്ത ഒരാൾക്ക് പോലും, വെറുതെ സിലബസ് ഒന്ന് നോക്കി പോയ ആളുകൾക്ക് പോലും. സ്ലൈഡ് മാറിയിട്ടില്ല. ഓക്കെ, സ്ലൈഡ് മാറിയോ? റെഡിയാണോ? ഹലോ, ഇപ്പൊ റെഡിയാണോ? ക്ലിയർ, ഓക്കെ, ശുക്രൻ. അപ്പോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഇതില് ബദീഹിയായിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇബ്നു അബ്ദുറബ്ബാന്റെ ഖുദുൽ ഫരീദ്, അതുപോലെ തന്നെ അബുൽ ഫർജ് അൽ അസ്ഫഹാനിന്റെ കിതാബുൽ അഗാനി. വെറുതെ സിലബസ് ഒന്ന് കണ്ണോടിച്ചു പോയ ആളുകൾക്ക് പോലും മനസ്സിലാവുന്ന അല്ലെങ്കിൽ അറിയുന്ന ഒരുപാട് കിതാബുകളും അതിന്റെ ഓതേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്. ഓപ്ഷൻ സി ആണ് കമന്റിൽ വരുന്നുണ്ട്, നോക്കാം നമുക്ക്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. അതായത് നമുക്കറിയാം അൽ ഹരീരി, ഓപ്ഷൻ 2, അതായത് അൽ ഹരീരിയുടെ ഫസ്റ്റ് ഹരീരി അല്ല, ദുർറത്തുൽ ഖവാസ് ഫി അവഹാമിൽ ഖവാസ് 1, 3, അതായത് ആ 3 പിന്നെ അബ്ദുല്ലാഹി മുഖഫന്റെ അദബു സഗീറാണ്, അബുൽ ഫർദ് അൽ അസ്ഫഹാനിന്റെ കിതാബുൽ അഗാനിയാണ്, ഇബ്നു അബ്ദുറബ്ബയുടെ അൽ അഖ്ദുൽ ഫരീദ് ആണ്. അപ്പോൾ 4, 2, അതായത് ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരാം കേട്ടോ. അതായത് ഹരീരി, ദുർറത്തുൽ ഖവാസ്, അബ്ദുല്ലാഹി മുഖഫ, അദബു സഗീർ, അസ്ഫഹാനി, കിതാബുൽ അഗാനി, ഇബ്നു അബ്ദുറബ്ബ, അഖ്ദുൽ ഫരീദ്. മറ്റൊരു ക്വസ്റ്റ്യൻ, تم تأسيس العصبة الأندلسية في عام 1932 وعين يوسف البعيني على منصب. 1932 അസബത്തുൽ അന്തലൂസിയ എന്ന ബ്രസീലിലെ സാവോപോളയിൽ രൂപീകൃതമായിട്ടുള്ള ഒരു മദ്രസത്തുൽ അദബിയ സ്ഥാപിതമായിട്ടുള്ളത്.
അപ്പൊ അതില് യൂസുഫുൽ ബഈനി എന്നൊരാളുണ്ടായിരുന്നു. അയാള് എന്തായിട്ടാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? അയാളുടെ സ്ഥാനം എന്തായിരുന്നു? നായിബുർ റയീസ് ആണോ, അമീനു സിർ ആണോ, നായിബുൽ അമീൻ ആണോ, അമീനു സുൽത്താൻ ആണോ? അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്തായിരുന്നു? നമുക്ക് നോക്കാം. നമുക്ക് പെട്ടെന്ന് പോകട്ടോ. അപ്പൊ അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, നാലാമത്തെ ഓപ്ഷനാണ്. അമീൻ സുന്ദൂഖാൻ റൈറ്റ് ആൻസർ. അപ്പൊ അദ്ദേഹം അമീൻ സുന്ദൂഖായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അസദ് അൻദലസി നമുക്കറിയാം, അസസഹ ഷാഇറുൽ മഹ്ജരി മീശ അൽ മഅറൂഫ് ആണല്ലോ സ്ഥാപിച്ചത്. സാവോ പോളോ അദ്ദേഹമായിരുന്നു. അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ് മുൻഷിഖുറുല്ലാഹി ജർറ എന്ന ആളുടെ നിർദ്ദേശപ്രകാരം മീശ മാലൂഫ് ആണ് ഈ ഒരു സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ സ്ഥാപിതമാകുന്നത്. ബ്രസീലിലെ സാവോ പോളോ 1932 സ്ഥാപിതമാകുന്നത്. അപ്പോ 1931 വരെ നമ്മുടെ ആ റാബത്ത് കലമിയ അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ 1920 സ്ഥാപിതമായിട്ടുള്ള ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായിട്ടുള്ള റാബത്ത് കലമിയ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. 1931 ജിബ്രാൻ മരിക്കുന്നതോടുകൂടെ അത് അവസാനിക്കുകയാണ്. 1932 ഈ ഒരു സ്കൂൾ സ്ഥാപിതമാകുന്നത്. അതുപോലെ തന്നെ 1933 ആയിട്ടുണ്ട്. 1933 സ്ഥാപിതമാകുന്നത്. അങ്ങനെ അന്തലൂസി ആയിട്ടുള്ള അതുമായിട്ട് നല്ല ഇൻഫ്ലുവൻസർ ആയിരുന്നു ഈ ഒരു അസദ് അന്തലൂസി എന്നതിന്റെ തോട്ട്സ് ഫുള്ള്. അപ്പൊ അതുകൊണ്ടാണ് അന്തലൂസി എന്ന ആ ഒരു പേര് സ്വീകരിക്കാൻ കാരണം. അതുപോലെ അന്തലൂസിയുമായിട്ടുള്ള അത്രയും അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള പേര് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ അൽ അസബ എന്ന പേരിലൊരു അവർക്കൊരു മജല്ല ഉണ്ടായിരുന്നു. അതിലാണ് അവരുടെ കാര്യമായിട്ടുള്ള ലിറ്റററി വർക്ക്സ് ഒക്കെ പബ്ലിഷ് ചെയ്യപ്പെട്ടു വന്നിരുന്നത്. ഹബീബ് മസ്ബൂദ് ആണ് അതിന്റെ റിയാസത്ത് ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് അംഗങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട അംഗങ്ങളാണ്, അതായത് അതിന്റെ ഭാരവാഹികളായിരുന്ന ആളാണ് മീശാൻ മാലൂഫ്, അദ്ദേഹം റയീസ് ആയിരുന്നു. ദാവൂദ് ഷുക്കൂർ എന്ന ആള് നായിബ് റയീസും, നദീർ സൈത്തൂൻ അമീനു സിറും, യൂസുഫുൽ ബഈനി എന്ന നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നാണ് അമീനു സുന്നൂബും, അതുപോലെ തന്നെ ജോർജ് ഹസൂൻ മാലൂഫ് എന്നാണ് ഖത്തീബുമായിരുന്നു. ഇതാണ് അവിടുത്തെ ആ ഒരു ഭാരവാഹിത്വം, ആ ഒരു ലീഡർ ബോർഡ് അത് ഈ രൂപത്തിലായിരുന്നു. ഓക്കെ, മീശാൻ മാലൂഫിന് ശേഷം നമ്മുടെ റഷീദ് സലീം ഖൂരി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ. ബഖിയ ശാഇറാനി യതഹാജയാനി തിവാല ഹയാത്തിഹിമ വഹുമ. തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതൊക്കെ ശുറാക്കളാണ് അവരുടെ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ജീവിതകാലത്തിലുടനീളം തഹാജയ എന്ന് പറയുമ്പോൾ അവർ ഹിജായിൽ ഏർപ്പെട്ടിരുന്നത്, അതായത് ഷുറാഖ് നഖായിൽപ്പെട്ട ആളുകളാണല്ലേ. അപ്പൊ അവരിൽ ആരാണ് അവരുടെ ജീവിതകാലം ഉടനീളം അവര് ഈ ഒരു ഹിജായിലായിട്ട് രൂപപ്പെട്ടിരുന്നു. അങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്. ആരായിരിക്കും? ജരീർ അഖ്തറി, ഫറസ്ദക്ക് അഖ്തറി, ജരീർ ഫറസ്ദക്ക്, ജരീർ ഗസ്സാനി, ഇവരൊക്കെയാണ് ഓപ്ഷനിലുള്ളത്. അപ്പൊ നമുക്കറിയാലോ ജരീർ അഖ്തറി ഫറസ്ദക്ക് ഈ ഒരു മൂന്ന് കവികള് ഇവര് ഉമവിയ കാലഘട്ടത്തിലെ ഷുറാവ് നഖായിദ് എന്നറിയപ്പെടുന്നു. അല്ലെങ്കിൽ അറബി കവികളിൽ ഏറ്റവും നല്ല ശായരിയാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കവിതക്ക് അത്രയും ഫലഭൂയിഷ്ടമായ ഒരു മണ്ണായിരുന്ന അല്ലെങ്കിൽ അത്രയും ഒരു സുവർണ കാലഘട്ടമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇവർ മൂന്നുപേരുടെയും കാലഘട്ടം. അപ്പൊ ആ സമയത്ത് ഇവിടെ ഓപ്ഷനിൽ ജരീറും മഖ്തലും അതുപോലെ തന്നെ ഫറസ്ദക്കും മഖ്തലും ജരീറും ഫറസ്ദക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മിക്സ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോ കൃത്യമായിട്ട് ആരാണ് ഇത്തരത്തിൽ അവരുടെ ജീവിതകാലം ഉടനീളം ഇത്തരത്തിൽ മുഹാജാത്ത് നടത്തിയിരുന്ന ആരാണ് ചോദ്യം. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ജരീറും ഫറസ്ദനും. അവരാണ് അത്രയും കാലം ഏകദേശം 40 വർഷത്തോളം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഹാജാത്ത് നടന്നിട്ടുണ്ട്. ഓക്കെ, ജരീറും അഖ്തറും തമ്മിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫറസ്ദക്കും അഖ്തറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പക്ഷെ ഏറ്റവും കൂടുതൽ കാലം ഈ ഒരു ചോദ്യത്തിലുള്ള ആ ഒരു വസ്ഫിന് അതിന് ആധാരമായിട്ടുള്ള ആ രൂപത്തിലുള്ള മുഹാജാത്ത് നടത്തിയിട്ടുള്ള ജരീറും ഫറസ്ദക്കും തമ്മിലാണ്. ഓക്കെ, അപ്പൊ അവര് അബൂ ഹിർസ ജരീർ ഇബ്നു അത്തിയ അൽ കൽബി അൽ ഇർബുഇ തമീമി എന്നാണ് ജരീറിന്റെ പേര്. അപ്പൊ അദ്ദേഹം ബദഅ ഹയാതുഹു ശിഅരിയ ബിഅഖാഇദ ലിദ്ദ ശുറാഇൽ മഹല്ലിയീന സുമ്മ തഹവല ഇലൽ ഫറസ്ദക് വലജൽ ഹിജാഅ ബൈനഹുമാ നഹ്വ മിൻ 40 സന. ഏകദേശം 40 വർഷത്തോളം അവർ തമ്മിലുള്ള ആ ഒരു ഹിജാ അങ്ങനെ തന്നെ തുടർന്നു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം അവരുടെ ആ ഒരു ഹിജാബിന്റെ ചരിത്രം വളരെ ദൈർഘ്യമേറിയ ചരിത്രം, അവർ തമ്മിലുള്ള ആ ഹിജാബിന്റെ ചരിത്രം. അതിൽ തന്നെ ഈ ഒരു ജരീറാണ് ആദ്യമായിട്ട് ഈ ഒരു ഹിജാബിനെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഒരു ബഈഫ് അൽ ഇർബുഇ എന്നൊരാള്, അദ്ദേഹവും ഈ ഒരു ജരീറും തമ്മിലുള്ള ഒരു ഹിജാബ് നടക്കുകയും അപ്പൊ അതിലേക്ക് ആ ഒരു ഈ ബഈസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജരീർ ഫറസ്ദക്ക് അങ്ങോട്ട് കടന്നു വരികയും അങ്ങനെ ശേഷം രംഗം ഇവർക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. ജരീറും ഫറസ്ദക്കുമാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഹാജാത്ത് നടക്കുന്നത്. അങ്ങനെ എത്രത്തോളം എന്നാൽ ഇവർ രണ്ടുപേരും ഇഹ്റാം ചെയ്തുകൊണ്ട് ഹജ്ജിന് പോയ അവസരത്തിൽ വരെ
ഫറസ്ദക്ക് അദ്ദേഹം ജരീറിനെ ഹിജാബ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ അവസരത്തിൽ ജരീർ ഒന്നും പറയുന്നില്ല, ജരീർ മിണ്ടാതെ പോകുന്നു. ശേഷം ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ രൂപത്തിലാണ് അവരുടെ ഹിജാബിന് ചരിത്രം കടന്നു പോകുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു 40 വർഷത്തോളം നീണ്ട ആ ഒരു കാലഘട്ടം. അപ്പൊ ആദ്യം വഫാത്താവുന്നത് ഫറസ്ദക്കാണ്. ശേഷം അദ്ദേഹത്തെ റസ ആയിട്ട് ഒരു വറസിയത്ത് നമ്മുടെ ജരീർ പാടുന്നുണ്ട്. അപ്പൊ ഈ രൂപത്തിലേക്ക് ചരിത്രം വളരെ വിശാലമാണ്. നിങ്ങൾക്ക് എക്സ്റ്റൻഡ് ആയിട്ട് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. ഖാറൽ ഫത്ത ഉരീദു അസ്റൻ ഡാഷ് അമല യൗമി. അപ്പൊ ഇവിടെ ഒരു ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബദല, ഉലിദ്ദ, മുഖാബില, ഖിലാഫ. എന്തായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഉരീദു അസ്റൻ, അതായത് എന്റെ ഇന്നത്തെ ജോലിക്ക് പകരമായിട്ട്, അല്ലെങ്കിൽ ജോലിക്ക് പകരമായിട്ട് എനിക്ക് കൂലി തരൂ, ഞാൻ കൂലി ഉദ്ദേശിക്കുന്നു, കൂലി വേണം എന്ന ഉദ്ദേശത്തിനാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ ബദലാണോ, ലിദ്ദാണോ, മുഖാബിലാണോ, ഖിലാഫാണോ, എന്താണ് ഇവിടെ ഉപയോഗിക്കുക ഈ ഒരു രൂപത്തിൽ? അതിന് പകരമായിട്ട് എനിക്കിത് തരുമെന്ന്. അപ്പൊ ഈ രൂപത്തിൽ ഇതൊരു ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്ഥിമാലിക ആയിട്ടുള്ള, അതായത് ലാംഗ്വേജ്, അതിന്റെ സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മുഖാബില. അപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഇന്നതിന് പകരമായിട്ട് എന്നതിന് അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുള്ളത് മുഖാബില എന്ന ലഫ്ലാണ്. അപ്പൊ ഉരീദു അജ്റൻ മുഖാബില അമല യൗമി, ഇന്നത്തെ എന്റെ ജോലിക്ക് പകരമായിട്ട്, അല്ലെ അതിന് പ്രതിഫലമായിട്ട് ഞാൻ കൂലി ഉദ്ദേശിക്കുന്നു എന്ന രൂപത്തിൽ. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ. അൽ മസ്റഹിയത്ത് ഷിഅരിയ റായാത്തു ദീഖാർ വദഅഹ. റായാത്തു ദീഖാർ എന്ന ആ ഒരു മസ്റഹിയ ഷിഅരിയ ആരുടേതാണ്? നമ്മുടെ അബൂരീഷ, മഹ്മൂദ് ദർവേഷ്, അബ്ദുല്ലാഹി മർദൂനി, മഹ്മൂദ് സാമിൽ ബാറൂദി. ഇവരിൽ ആരാണ് റായാത്തു ദീഖാർ എന്ന ആ ഒരു മസ്റഹിയ ഷിഅരിയ രചിച്ചത്? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഉമർ അബൂരീഷ, മഹ്മൂദ് ദർവേഷ്, അബ്ദുല്ലാഹി മർദൂനി, മഹ്മൂദ് സാമിൽ ബാറൂദി. അപ്പോ ഓപ്ഷൻ കമന്റിൽ നമുക്ക് ആൻസർ വരുന്നുണ്ട്. അതെ, ഓപ്ഷൻ എ തന്നെയാണ്. അതായത് ഉമർ അബൂരീഷയാണ് അതിന്റെ ഉത്തരം. റായാത്തു ദീഖാർ എന്നത് ഉമർ അബൂരീഷയുടെ മസ്റഹിയ ശീലമാണ്. അപ്പൊ അദ്ദേഹം 1910 ജനിച്ചു 1990 വഫാത്തായ ആളാണ്. ഷായറും സൂരിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദീബാണ്, ഡിപ്ലോമാസി, അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്നു. സിറിയയിലെ അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് രാജ്യങ്ങളിൽ, ഇന്ത്യ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളിൽ അദ്ദേഹം അംബാസിഡറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രസീൽ, ഇന്ത്യ, അമേരിക്ക പോലുള്ള ഒരുപാട് രാജ്യങ്ങളിൽ. അതുപോലെ തന്നെ നശാഫി ബൈത്തിൽ എപ്പോഴും അക്സറു അഫ്രാദിയ ഷിയർ. അദ്ദേഹത്തിന്റെ ഒരു ഫാമിലിയുടെ പ്രത്യേകത, അതിലുള്ള അധിക മെമ്പേഴ്സും ഷിയർ പറയുന്ന ആളുകളായിരുന്നു. അതുപോലെ തന്നെ അർസലു വാലിദിന്റെ ഇഞ്ചനത്ത്, അദ്ദേഹത്തിന്റെ ഉപ്പ ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞയക്കുകയുണ്ടായി. അതായത് കെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് ജാമ്യത്ത് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിനെ പറഞ്ഞയക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്താണ് മസ്ലഹ് താജ്മഹൽ, മസ്ലഹ് അലി, മസ്ലഹ് സമീറ മിസ്രി, ഹയാത്ത് ദീപാർ എന്ന മസ്ലഹ്, അത് മസ്ലഹിയ ശിഖരം. ഇതിലെ സ്വഹീഹായ ജുംല ഏതാണ്? സ്വഹീഹായ ജുംല ഏതാണ്? ഫിൽ ഫസ്ലി അർബഅത അശറത ത്വാലിബൻ. ഫിൽ ഫസ്ലി അർബഅത അശറത തുല്ലാബിൻ. ഫിൽ ഫസ്ലി അർബഅത അശറ ത്വാലിബൻ. ഫിൽ ഫസ്ലി അർബഅ അശറ ത്വാലിബൻ. ഇത് ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഫിൽ ഫസ്ലി അർബഅത അശറത ത്വാലിബ്. അതായത് ഒരു അദദിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നെറ്റ് എക്സാമിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും അതിന്റെ ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ മസാലകൾ, അതിന്റെ ആ ഹുക്കുമുകൾ പഠിക്കൽ നിർബന്ധമാണ്. ഇവിടെ ഇപ്പൊ അർബഅത അശറ, ആ ഒരു മുറക്കബായിട്ടുള്ള അതിന്റെ ക്വസ്റ്റ്യൻ ആണ് അവിടെ വന്നിട്ടുള്ളത്. അധികവും ഈ രൂപത്തിലായിരിക്കും കാണാറുണ്ട്. അപ്പൊ എന്തായാലും ആൻസർ ഓപ്ഷൻ എ കമന്റിൽ വരുന്നുണ്ട്. ഓപ്ഷൻ സി വരുന്നു. അതെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഫിൽ ഫസ്ലി അർബഅത അശറ ത്വാലിബൻ, അതാണ് റൈറ്റ്. അതായത് ക്ലാസ്സിൽ 14 വിദ്യാർത്ഥികൾ ഉണ്ട് നില. അപ്പോ ഇവിടെ ഫിൽ ഫസ്ലി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഖബർ മുഖദ്ദമായി, പിന്നെ ശേഷം ഒരു മുബ്തദ മുഅഖ്ഖറാണ് വരുന്നത്.
അപ്പൊ അവിടെ ഒരു ഖബർ അങ്ങനെ കഴിഞ്ഞു. പിന്നെ ശേഷം വരുന്ന അർബഅത്ത് അശ്റ എന്നുള്ള ആ ഒരു അർബഅത്ത് അശ്റ എന്നുള്ള ആ മുറക്കബായിട്ടുള്ള അതത്, അത് പൂർണ്ണമായിട്ടും മുറക്കബ്, അത് ഫത്തഹിന്റെ അഭിനയായിട്ട് വരിക. അപ്പൊ അർബഅത്തു അശ്റ ഒന്നും വരില്ല. ഇപ്പൊ ഓപ്ഷനിൽ എവിടെയും അങ്ങനെ ഇല്ല, അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം. പിന്നെ വരുന്നത് അർബഅത്ത് അശ്റ ത്വാലിബൻ അല്ലേ. അപ്പൊ അവിടെ ത്വാലിബൻ എന്നുള്ളത് ഇവിടെ നമ്മള് മഅദൂദ് നോക്കിയിട്ടാണല്ലോ അല്ലെ, അതതിന്റെ അതതിന്റെ ആ ഒരു അതതിനെ കൊടുക്കൽ നമ്മൾ മഅദൂദ് നോക്കിയിട്ടാണല്ലേ. അപ്പൊ ഇവിടെ അതിന്റെ ഹുക്കുമ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. വാഹിദും ഇസ്നാനിയൊക്കെ ആകുമ്പോൾ അതതും മഅദൂദും എല്ലാം മുഅന്നസ് ആണെങ്കിൽ മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അതത് മുഅന്നസ് ആയിരിക്കും, മഅദൂദ് മുദക്കറാണെങ്കിൽ അതത് മുദക്കറായിരിക്കും. ആ രൂപത്തിലാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ 3-10 ആകുമ്പോൾ നേരെ തിരിച്ച് മഅദൂദ് മുദക്കറാണെങ്കിൽ അതത് മുഅന്നസ് ആയിട്ട് വരും. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ സെബ ലയാലിൻ എന്നുള്ള ഒരു ഒരു ഉദാഹരണം. സെബ ലയാൽ എന്നുള്ളത് ലയാലി, ലൈലത്ത് എന്നല്ല, ലൈല് എന്നുള്ള മുഅന്നസ് ആണല്ലേ. അപ്പൊ അത് മുഅന്നസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ അതതായിട്ടുള്ള സെബ് എന്നതിനെ നമ്മൾ മുദക്കറായിട്ടാണ് കൊണ്ടുവരുന്നത്. നേരെ സമാനിയത്ത് അയ്യാമിൻ എന്ന് പറയും. സമാനിയത്ത് അയ്യാം എന്ന് പറയുമ്പോൾ അയ്യാം അതിന്റെ യൗമ് എന്നുള്ളത് മുദക്കറായത് കൊണ്ട് തന്നെ സമാനിയത്ത് എന്നതിനെ നമ്മൾ മുഅന്നസ് ആയിട്ട് കൊണ്ടുവന്നു. അപ്പൊ ആ രൂപത്തിലുണ്ടാവുക. പിന്നെ അങ്ങോട്ട് 1399 ആകുമ്പോൾ നമ്മൾ നേരെ തിരിച്ചപ്പോ നമ്മളെ നൈഫ് ഉണ്ടാകും, അതുപോലെ തന്നെ അക്കതും. അതായത് അശ്റത്തു ആലിം, സലാസത്തെ അശ്റത്തു ആലിം അല്ലെങ്കിൽ അർബഅത്തെ അശ്റത്തു ആലിം എന്ന് പറയുമ്പോൾ അർബഅത്ത് എന്നുള്ളത് നൈഫാണ് അല്ലെ, അശ്റ എന്നുള്ളത് അക്കതാണ്. അതായത് ആ ഒരു പൂർണ്ണമായിട്ടുള്ള 10 നമ്മൾ 10 എന്ന് പറയില്ല ആ സമയം, അത് അതുപോലെ തന്നെ പിന്നെ ശേഷം ഉണ്ടാകുന്ന 3 പാർട്ട് ഉണ്ടാവും. പിന്നെ ശേഷം വരുന്നതാണ് മഅദൂദ്. അപ്പൊ ആ മഅദൂദ് മുദക്കറാകുമ്പോൾ അതിന്റെ നൈഫായിട്ടുള്ള സലാസത്ത് എന്നുള്ള അല്ലെങ്കിൽ അർബഅത്ത് എന്നതിനെ മുഅന്നസാക്കി കൊണ്ടുവരണം. മറ്റേ അക്കതായിട്ടുള്ള അശ്റ എന്നതിനെ ആ മഅദൂദിനോട് യോജിച്ച് തന്നെ കൊണ്ടുവരണം. ഈ രൂപത്തിലാണ് അതിന് തുമ്മുക. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ, ബൈ കമ്പനീസ് ഫ്രം ബോത്ത് ദ കൺട്രീസ്, ഇത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? ബൈ കൺട്രീസ് ഫ്രം ബോത്ത് ദി കൺട്രീസ്, ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. മിൻ ഖിബലി ശരിക്കാത്തിൻ മിൻ കിരൽ ബലദൈനി മിൻ ഖിബലി ശരിക്കാത്തി മിൻ ഖിബലി ശരിക്കാത്തി കുല്ലി മിനൽ ബലദൈനി മിൻ ഖിബലി ശരിക്കാത്തി മിൻ കിലയിൽ ബലദൈനി മിൻ ഖിബലി ശരിക്കാത്തി മിനൽ ബലദൈനി കിൽതൈഹിമ. അപ്പൊ ഇതില് എന്തായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി എന്ന് കമന്റ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു നഹ്വിയായിട്ടുള്ള ഒരു ആസ്പെക്റ്റിലൂടെ കൂടി ചിന്തിക്കണം. ഇവിടെ ഒരു കില എന്നുള്ള എല്ലാം കറക്റ്റ് ആണ്. മീൻ കബലി ശരിക്കാത്തുന്നില്ല, എല്ലായിടത്തും കറക്റ്റ് ആയിട്ട് കൊടുത്തത്, എല്ലാ ഓപ്ഷനും സെയിം ആണ്. പിന്നെ മീൻ കില എന്നുള്ള അവിടെയാണ് നമുക്ക് സംഗതി കിടക്കുന്നത്. മിൻ കിലൽ ബലദൈനി മിൻ കിലയിൽ ബലദൈനി. അപ്പൊ അവിടെ കില എന്നുള്ള ആ ഒരു സാധനം ഒരു നഹ്വി ആയിട്ടുള്ള ആ ഒരു കില എന്ന തസ്നിയയുടെ നമ്മൾ മുൽഹക്കാത്ത് എന്ന് പറയില്ലേ, തസ്നിയ എന്നതിന്റെ മുൽഹക്കത്തായിട്ടുള്ള ഒരു ഫുറൂഇ ആയിട്ടുള്ള ഇറാബ് വരുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അവിടെ അതായത് ഹർഫുകൾ കൊണ്ട് ഇറാബ് പറയപ്പെടുന്നതിന് നമ്മൾ ഫുറൂഇയ ഇറാബ് എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ ഒരു ഭാഗമാണ് ഈ തസ്നിയ എന്നുള്ളത്. അതായത് അലിഫ് കൊണ്ട് റഫും യാവ് കൊണ്ട് ചെറും നസ്ബും ചെയ്യുന്ന ഒരു ഒരു രൂപം, അതിനാണ് നമ്മൾ തസ്നിയ, അങ്ങനെയാണ് തസ്നിയ ഇറാബ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു മുൽഹക്കാത്തായിട്ട് വരുന്ന സാധനമാണ് കിൽത്ത എന്നുള്ളത്. അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ആണ്, ഇൻ കിലൽ ബലദൈനി എന്നുള്ള. എന്തുകൊണ്ട് കിലൽ ബലദൈനി എന്ന് വന്നു? അപ്പൊ കില എന്നതിന്റെ ഒരു പ്രത്യേകത, അപ്പൊ കിൽത്ത എന്നുള്ളതൊക്കെ തസ്നിയെ അറിയിക്കുന്ന ഇസ്മാണ്. അതുപോലെ തന്നെ അത് ഗമീറിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടാല് അപ്പൊ എന്താവും? അത് മുസന്ന, അപ്പോഴാണ് അത് തസ്നിയയുടെ മുഅന്നസായിട്ട് തസ്നിയയുടെ മുൽഹക്കാത്തായിട്ട് വരല്ലേ. അതായത് ഹൈസു തുർഫഉ ബിൽ അലിഫി വതുൻസബു വതുജറു ബിൽ യായി, അലിഫ് കൊണ്ട് റഫും യാവ് കൊണ്ട് ജറും നസ്ബും ചെയ്യപ്പെടുന്ന ഒരു അവസരം അത് ഗമീറിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടുന്നതാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഓപ്ഷനിലുള്ളത് മിൻ കിരൽ ബലദിൻ, അവിടെ ഗമീറിലേക്കല്ല ഇളാഫത്ത് ചെയ്തിട്ടില്ല, അവിടെ ലാഹിറ ഇസ്മിലേക്കാണ് ഇളാഫത്ത് ചെയ്യപ്പെട്ടില്ല. അപ്പോ ഇവിടെ ലാഹിറ ഇസ്മിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടുമ്പോൾ അവിടെ അതിന്റെ ആ മുൽഹക്കാത്ത് എന്ന രൂപത്തിൽ തസ്നിയന്റെ ഇറാബ് അവിടെ ഇറാബ് ചെയ്യപ്പെടുകയില്ല. അപ്പൊ ഇവിടെ സ്വതക്ക ഷാഹിദാനി കിലാഹുമ, അപ്പൊ അവിടെ കിലാഹുമ എന്നുള്ള അവിടെ റഫാണ്, അത് ഫായിലാണല്ലേ, ഫായിലിന്റെ തൗക്കീദായിട്ട് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഫൈദ ഉദൈഫത്തിലെ ഇസ്മുൽ വാഹിറും കാണാത്ത ഇസ്മും മഖ്സൂറാണ്. അപ്പോ എന്നാലും നേരെ ഇസ്മുൽ വാഹിറ ഇസ്മിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടുന്ന സമയത്താണെങ്കിൽ സല്ലം തു അലാ കിൽത്ത സ്വദീഖത്തൈനി, അപ്പൊ അവിടെ കിൽത്ത വാഹിറ ഇസ്മാകുമ്പോ വെറും അലാ കിൽത്ത, അപ്പൊ അവിടെ കിൽത്തൈ എന്ന് പറഞ്ഞില്ല. കാരണം
അവിടെ ലാഹിറ ഇസ്മിലേക്കാണ് ഇലാഫത്ത് ചെയ്യപ്പെട്ടുള്ളത്. അതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു കില കിൽത്ത എന്നുള്ളത് ആ ഒരു തസ്നിയനെ മുൽഹക്കാത്തായി വന്നിട്ട് തസ്നിയന്റെ ഇറാബ് ചെയ്യപ്പെടണമെങ്കിൽ അത് ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടും. പിന്നെ ഇവിടെ നമ്മുടെ ഓപ്ഷനിലുള്ള ഇതുണ്ട്, നാലാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ശരിക്കാത്ത പലതൈന് കിൽത്തഹിമ, അവിടെ ഒരു കിലഹിമ എന്നൊക്കെയാണ് നമ്മളിവിടെ ഏറ്റവും സ്യൂട്ട് ആയിട്ട് ട്രാൻസ്ലേറ്ററോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത് ഓപ്ഷൻ എ തന്നെയാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഇസ്തആറ ജമാഅത്തു അപ്പോലോ ഇസ്മഹ മിനൽ മെത്തോളജിയ. ജമാഅത്തു അപ്പോലോ ഉണ്ട്, അപ്പൊ അവര് അവരുടെ പേര് ഏത് മെത്തഡോളജിയിൽ നിന്ന് കടമെടുത്തതാണ്? റൂമിയാണോ, ഫിറൗനിയാണോ, ഇഗ്രിക്കിയാണോ, എന്നാൽ ഹിന്ദിയാണ്? ഏത് മെത്തഡോളജിയിൽ നിന്നാണ് അവരിത് കടമെടുത്തിട്ടുള്ളത്? ഇനി ഓക്കെ, അപ്പോ ആൻസർ നോക്കാം നമുക്ക്. ഇപ്പൊ ജമാഅത്ത് അപ്പോലോ എന്നുള്ളതിൽ നമ്മുടെ മിസ്രിൽ 1932 ആയിട്ട് സ്ഥാപിതമായിട്ടുള്ള അഹമ്മദ് ഷൗക്കിയുടെ നേതൃത്വത്തില് അഹമ്മദ് സഖ്യാബ് ഷാദിയും അഹമ്മദ് ഷൗക്കിയൊക്കെ നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം റئീസ് ആയിട്ടുള്ള ഒരു സംഘടനയായിരുന്നു അപ്പോലോ എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, എവരിക്കിയ അല്ലെ. ആ ഒരു ഗ്രീക്ക് മെത്തഡോളജി അവര് ഉണ്ടാക്കിയിട്ടുള്ളത്, കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ജമാഅത്ത് അപ്പോലോ എന്നുള്ളത് ഇഹദ മദാരിസിൽ അദബിയ ഹാമ ഫിൽ അദബിൽ അറബിൽ ഹദീസാണ്. 1932 അഹമ്മദ് സഖ്യാബ് ഷാദിയാണ് അത് സ്ഥാപിതമാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അബോലോ എന്ന ആ ഒരു പേര് അവര് അത് ആ ഒരു പേര് അബോലോ എന്ന ആ ഒരു ഇലാഹു നൂരുവൽ തുമിന, അവരുടെ ആ ഒരു ആർട്ടിന്റെ ദൈവമായിട്ടുള്ള ഒരു ഇലാഹായിട്ടുള്ള അതിലേക്ക് അബോലോ എന്നതിലേക്ക് നിസ്ബയാണ്. യൂനാൻ എന്ന് പറയുമ്പോൾ ഗ്രീസ് എന്ന അർത്ഥമുള്ളത് ഒരു ഗ്രീക്ക് മെത്തഡോളജിയിൽ നിന്ന് കടമെടുത്തുള്ള ഒരു പേരാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പേര് അജ്നബിയ, ഇതിന്റെ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ ഒരു സഖാഫത്തുൽ അജ്നബിയയുടെ തഅസുറായിട്ടുണ്ടായിരുന്നു എന്നതിനെ കുറിക്കാനാണ് ഈ ഒരു ഫോറിൻ ആയിട്ടുള്ള ഒരു പേര് അവർ സ്വീകരിച്ചത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, ഈ മലിക് ഊദീബ് എന്നൊരു മസ്ലഹി അത് ആരെ എഴുതിയതാണ്? അലി അഹമ്മദ് ബാക്കസീറാണോ, മഹ്മൂദ് തൈമറാണോ, തോഫിൽ ഹക്കീമാണോ, അബ്ദുൽ കരീം മൂലാബാണോ? ഇതിൽ ആരാണ് ഈ ഒരു മസ്ലഹി എഴുതിയിട്ടുള്ളത്? നമുക്ക് നോക്കാം. ആൻസർ നോക്കുക. ഈ ഒരു മസ്ലഹത്ത് അൽ മലിക് ഊദീബ് എന്ന മസ്ലഹി എഴുതിയിട്ടുള്ളത് തോഫിക് ഹക്കീമാണ്. അദ്ദേഹത്തിന്റെയാണ് അൽ മലിക് ഊദീബ് എന്ന മസ്ലഹി. അപ്പൊ അദ്ദേഹം 1987 വഫാത്താരാണ്. കാത്തിമ അദീബ് മിസ്രിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ കിതാബത്തുൽ മസ്ലഹിയ അറബിയുടെ ഒരു രൂപമായിട്ട് അറിയപ്പെടുന്ന ആളാണ്. അതുപോലെ തന്നെ മസ്ലഹുൽ ദിഹ്നി എന്ന ആ ഒരു ടേമിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫന്നിന്റെ റായിദായിട്ട് അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രൂപ ഫ്രാൻസിലേക്ക് അദ്ദേഹത്തിന് ഈ ഒരു അദബിനോടുള്ള അല്ലെങ്കിൽ മസ്ലഹിനോടുള്ള താല്പര്യം അതിനൊരു ഇളവ് വരുത്താൻ വേണ്ടി, അത് കുറക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഖാനൂൻ പഠിക്കാൻ വേണ്ടി ഫ്രാൻസിലേക്ക് അദ്ദേഹത്തിന് അയക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം 3 വർഷം ഫ്രാൻസിൽ നിന്ന് ആ സമയത്തൊക്കെ അദ്ദേഹം ഒന്നുകൂടി തഅസ്സുറാവുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് മസ്ലഹിയത്ത് ഫേമസ് ആയിട്ടുള്ള അഹ്ൽ കഹ്ഫ്, ഷെഹ്റസാദ്, അൽ മലിക് ഊദീബ്, സുലൈമാൻ ഹക്കീം, സുൽത്താൻ, ഒരുപാട് മസ്ലഹിയാത്ത് ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അൽ മലിക് ഊദീബ് എന്ന മസ്ലഹിയ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, الناقد يقيم حدا فاصلا بين الشعر والدين ويراهما عالمين منفصلين. ഒരു നാക്കത് അദ്ദേഹം ഈ ഒരു ശിഖറിനെയും ദീനിനെയും അതിന് രണ്ടിനെയും കറക്റ്റായിട്ട് കൃത്യമായിട്ട് അദ്ദേഹം വേർതിരിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും രണ്ട് ലോകമാണ്, ദീനും അതുപോലെ തന്നെ ശിഖറും. റിലീജിയൻ, മതവും അതുപോലെ തന്നെ കവിതയും, അത് രണ്ടും ഒരു ബന്ധവുമില്ല, രണ്ടും രണ്ടാണ് എന്ന രൂപത്തിൽ വ്യക്തമാക്കി അതിനെ അങ്ങനെ ആ രൂപത്തിൽ ഒരു പാർട്ടീഷൻ ചെയ്ത നാക്കിനാരാണ്? അസ്മായി ആണോ, അസ്വദ് ദുവരിയാണോ, അബ്ദുൽ അല ആണോ, ഹമാദുർ റാബിയാണോ? ഏത് നാക്കിനാണ് ആ രൂപത്തിൽ ഒരു ഫസല് ചെയ്തിട്ടുള്ളത് ആണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് അസ്മായി ആണ്. ഓപ്ഷൻ എ അസ്മായി ആണ്. അദ്ദേഹമാണ് ഈ ഒരു രൂപത്തിൽ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ഒരു കിതാബു താരീഖിൻ നഖദിൽ അദബി ഇന്ദൽ അറബി എന്ന ആ ഒരു കിതാബിൽ ഇഹ്സാൻ അബ്ബാസ് എന്നുള്ള കിതാബാണ്. അതിലുള്ള ഒരു ഇബാറത്താണിത്. മിനൽ അജീബി അനൽ അസ്മായി അല്ലദീ കാന യതഹറജു തദയ്യുനൻ മിൻ റിവായത്തി അയ്യി ശൈഇൻ ഫീഹി ദിക്റുൽ ലിൽ അൻവാഇ يقيم حدا فاصلا بين الشعر والدين ويراهما عالمين منفصلين لا يتصل احدهما بالاخر في اتصالهما حيث على الشعر نفسه. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഷിയറും അതുപോലെ തന്നെ ദീനും ഒരു ബന്ധവുമില്ല, രണ്ടും രണ്ട് ലോകമാണ്.
അതായത് ഷിർ എന്നത് അതിന്റെ സ്ഥാനം വളരെ മോശമായിട്ടുള്ള സ്ഥാനമാണ്. അല്ലെങ്കിൽ ഷിറിൻ പിന്നെ അത് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ അദ്ദേഹം ഹസാൻ സാബിത്തങ്ങളെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊക്കെ അസ്മയുടെ ആ ഒരു കോട്ട് ഫേമസ് ആണ്. ഷിർ നെക്കുദുൻ ബാബുഹു അഷർ. ഷിർ എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, എന്നാൽ റിലീജിയൻ എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ് അല്ലെ. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് ഒരിക്കലും പോകില്ല. എന്നിട്ട് പറയുന്നുണ്ട് ഫൈദ ദഖല ഫിൽ ഖൈരി ദഅഫ. ഈ ഷിർ എന്നുള്ള അത് ഒരു ഖൈറിൽ പ്രവേശിച്ചത് ദഈഫായി. ഹാദാ ഹസാൻ ബിൻ സാബിത്ത് ഫഹുലുൻ മിൻ ഫുഉലിൽ ജാഹിലിയ്യ ഫലമ്മ ജാഅൽ ഇസ്ലാമു സഖത ഷിർ എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഹസാൻ സാബിത്ത് തങ്ങൾ ജാഹിലിയ്യ കാലത്ത് നല്ലൊരു കവിയായിരുന്നു, ഷിറിൽ അത്രയും ഒരു അപ്രമാദിത്തുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ കവിതയിലുള്ള അപ്രമാദിത്വമൊക്കെ നഷ്ടപ്പെട്ടു പോയി, ആ ഒരു അജയ്യത്വം നഷ്ടപ്പെട്ടു പോയി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഈ ഒരു ദീനിനെയും ഷീറിനെയും രണ്ടായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. മറ്റൊരു അബ്ദുൽ അസീസ് മൈമിന് ഇത് ഈ ഒരു കിതാബ് നെക്കുദിനുള്ള ഷീർ മുത്തനബി ആണോ, ഷെർഹുൽ അമാൽ ഖാലി ആണോ, കിതാബിൻ ഫി താരീഖ് ആണോ, കിതാബിൻ ഫിൽ ഫിഖ് ആണോ? എന്താണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഷറഹുൽ അമാലി അൽ ഖാലി. ഖാലിയുടെ അമാലി എന്ന ഗ്രന്ഥത്തിന്റെ ഷറഹായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അദ്ദേഹം അബ്ദുൽ അസീസ് മൈമൂനി രാജപൂതിയാണ്, ലോകബി അദീബി ഷായറൊക്കെയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രത്യേകത ഖബീറും ബിൽ മഖ്തൂതാത്തി വ ബഹാസ മുഹഖിഖ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അദ്ദേഹം മഖ്തൂതാത്ത് കൊണ്ട് അതിൽ അദ്ദേഹം ഫേമസ് ആയാണ്, അതിന്റെ ക്രയവിക്രയം കൊണ്ട് ഫേമസ് ആയാണ്. അദ്ദേഹം കറാച്ചിയിലാണ് അദ്ദേഹം വഫാത്താവുന്നത്. അദ്ദേഹം രാജ്കോട്ടിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് മക്കാലകളും ബുഹൂസാത്തുകളും അതൊക്കെ ജമക്ക് ചെയ്യപ്പെട്ട ഒരു കിതാബുണ്ട്, ബുഹൂസ് വ തഹ്ഖീഖാത്ത് എന്ന കിതാബില്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തഹ്ഖീഖാത്താണ് സിംതുല്ലാഹി ഫി ശറഅ അമാൽ ഖാലി, നസ്ബു അദ്നാൻ വ ഖഹ്താൻ ലി അബിൽ അബ്ബാസ് എന്ന് പറഞ്ഞത്, അൽ വഹ്ഷിയാത്ത്, അതുപോലെ തന്നെ ഫാദിൽ ഫിൽ ലുഗത്തിൽ അദബി അബിൽ അബ്ബാസ് എന്ന് പറയുന്നത്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ തഹ്ഖീഖാത്തും പെട്ടതാണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. മദ്രസത്തുൽ ഈമാനിന്റെ മുഅസ്സിസീങ്ങൾ ആയിട്ടുള്ള ആളുകൾ, അതിന്റെ ഒരു മജ്മുഅത്ത്, അതിന്റെ സെറ്റ് തിരഞ്ഞെടുക്കാനാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും റൈറ്റ് ആൻസർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. അബ്ബാസ് മാമിൻ അക്കാദ്, അബ്ദുറഹ്മാൻ ഷിഖി, അബ്ദുൽ ഖാദർ മാസനി, ഇവരാണ് മദ്രസത്തുൽ ദീവാന്റെ മുഅസ്സിസീങ്ങൾ. മദ്രസത്തുൽ ദീവാനുള്ള ഈ ഹർക്കത്തും തസ്ജീയത്തും ഫി ശിഅർ അറബി വഹറദ ഫി റബീഉൽ അവ്വൽ മിൻ ഖർനി 921 സ്ഥാപിതമായതാണ്. അബ്ബാസ് മാമിൻ അക്കാദ്, ഇബ്രാഹിം അബ്ദുൽ ഖാദർ മാസനി, അബ്ദുറഹ്മാൻ ഷിഖി, ഇവരൊക്കെയാണ് അതിന്റെ മുഅസ്സിസീങ്ങൾ. ഇതിന് അവർ ഈ ഒരു പേര് അദ്ദീവാന് ഫിൽ അദബി എന്ന മാസിനിയും അതുപോലെ തന്നെ അക്കാവും തമ്മിൽ അവർ രണ്ടുപേരും കൂടി ചേർന്ന് രചിച്ച ഒരു ഗ്രന്ഥമുണ്ട്. അപ്പൊ അതിന്റെയും അതുപോലെ തന്നെ ഇവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആ മദ്രസയുടെ രണ്ടിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിന് രണ്ടിനും ഒരേ പേര്, അവരുടെ ആ കിതാബിന്റെ പേര് തന്നെ ഈ ഒരു മദ്രസക്കും കൊടുക്കുകയുണ്ടായി. അങ്ങനെയാണ് ആ മദ്രസക്ക് അങ്ങനെ പേര്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ മാച്ച് ചെയ്യാണ്. നിസാർ ഖബ്ബാനി, അബ്ദുൽ ബർദൂനി, ഫദ്വ തൂക്കാൻ, നാസിഖ് ബനായിക്ക്, അവരൊക്കെ ഒരു സൈഡിലുണ്ട്. വഹദീം അൽ അയ്യാമ്, ആഷിഖ് അബ്ദുൽ ഫി ത്വരീഖിൽ ഫജ്ർ വ അത്തരി, ഇത് മറ്റൊരു സൈഡിലാണ്. മാച്ച് ചെയ്യാനാണ്. അപ്പൊ ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. നാസിഖ് ബനായിക്കിന്റെ ആഷിഖ് അബ്ദുൽ, അതുപോലെ തന്നെ ഫദ്വ തൂക്കാന്റെ ഒരു ഫേമസ് ആയുള്ള ഗ്രന്ഥമാണ് വഹദീം അൽ അയ്യാം, ഒരു ഫേമസ് ആയുള്ള കസീദയാണ്. അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. അതായത് നിസാർ ഖബ്ബാനി, അന്തരി, അബ്ദുൽ ബർദൂനി, ഫി ത്വരീഖിൽ ഫജ്ർ, ഫദ്വ തൂക്കാൻ, വഹദീം അൽ അയ്യാം, നാസിഖ് ബനായിക്ക്, ആഷിഖ് അബ്ദുൽ ആണ് റൈറ്റ് ആൻസർ ആക്കിയത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. ഇത് മാച്ച് ചെയ്യാനാണ്. ബുനുവാസ്, അബൂ തമ്മാം, ഇബ്നു റൂമി, മുത്തനബി, ഇവരൊക്കെ എവിടെയാണ് ജനിച്ചത്, അല്ലെങ്കിൽ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അതിനെ കുറിക്കുന്ന എന്നതുമായി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അഹ്വാസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അബൂ നവാസിന് കൊടുക്കില്ലേ, അബൂ നവാസ് അഹ്വാസ്. പിന്നെ കൂഫ, മുത്തനബി കൂഫയിലാണ്. പിന്നെ അബൂ തമ്മാം ജാസിം, ഇബ്നു റൂമി ബഗ്ദാദ്, ഈ രൂപത്തിലാണ് വരിക. അബൂ തമ്മാം ജാസിമിനാണ് ജനിക്കുന്നത് അല്ലെ, മുത്തനബി കൂഫയിലാണ് ജനിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പിന്നെ ബഗ്ദാദിലേക്കൊക്കെ പോകുന്നതാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. അബൂ നവാസ് അഹ്വാസ്, അബൂ തമ്മാം ജാസിം, ഇബ്നു റൂമി ബഗ്ദാദ്, അൽ മുത്തനബി കൂഫ. മറ്റൊരു ക്വസ്റ്റ്യൻ. ولد أبو عمرو أحمد بن محمد بن عاصي بن أحمد بن سليمان بن عيسى في قرطبة واشتهر ب. ഇതൊരാളുടെ പേരാണ്, അബൂ അംർ അഹ്മദ് ബിൻ മുഹമ്മദ് ആസി ഇബ്നു അഹ്മദ് ബിൻ സുലൈമാൻ ബിൻ ഈസ എന്നുള്ളത്. മറ്റൊരു ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി, അത് ഒന്ന് നേർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലൂ കൂടി തന്നിട്ടുണ്ട്. കുർത്തുബയിലാണ് അവരെ ജനിച്ചത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ക്ലൂ വെച്ചിട്ട് ആളെ കണ്ടെത്താനാണ്. ഇബ്നു ഹസ്മ, ഇബ്നു ശുഹൈദ്, ഇബ്നു സൈദ്, ഇബ്നു റാസ് അൽ ഖുസ്തലി, ഇതിൽ ആരാണ്? അപ്പോ ഇവരുടെയൊക്കെ ഈ ഒരു അബ്ദുലിസി, അതുപോലെ തന്നെ നമ്മുടെ
ഒന്നാമത്തെ യൂണിറ്റിലെ ആ ഒരു നെസറിന്റെ ആളുകളുണ്ടല്ലോ അവരുടെയൊക്കെ പേര് പഠിക്കൽ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഇബ്നു അൽ കുസ്തരിയാണ്. അദ്ദേഹമാണ് ഈ ഒരു കുർത്തുബയിൽ ജനിച്ച് അദ്ദേഹത്തിന്റെ പേര് അബു അഹ്മദ് മുഹമ്മദ് ആസി എന്ന ആ ഒരു പേര് അദ്ദേഹത്തിൻ്റെതാണ്. അപ്പൊ അദ്ദേഹം ഇബ്നു അൽ കുസ്തരിയാണ്. കാത്തിബുൻ ഷാഇറുൻ അൻദലുസി هو أبو عمرو أحمد محمد العاصي بن أحمد بن سليمان بن عيسى بن طراد القسطري. കുർത്തുബയിൽ ജനിക്കുന്നത്. ഇദ്ദേഹത്തിനെ പറ്റി സഅലബി പറഞ്ഞിട്ടുണ്ട് യതീമുൽ ദഹർ എന്ന കിതാബിൽ ഹുവ സ്വഖയിൽ അൻദലുസി കൽ മുതനബി ഫി സ്വഖൈ ശാം. അതായത് ഷാമില് മുത്തനബിക്ക് ഏത് സ്ഥാനമാണോ ഉണ്ടായിരുന്നത് അതേ സ്ഥാനമാണ് അന്ദലുസിൽ ഇവിടെ ജറാദുൽ ഖുസ്തരിക്കുള്ളത് എന്ന് സഅലബി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം മൻസൂർ ഇബ്നു അബി ആമിർ എന്ന ആളുടെ ഷായിറായിരുന്നു. അദ്ദേഹത്തിന്റെ മധുഹുൽ മുലൂക്കിലുള്ള ഖസീദകളൊക്കെ സുൽത്താനിയത്ത് എന്ന പേരിലും അതുപോലെ തന്നെ മധുഹുൽ ഉമറയിലുള്ള ആ ഒരു ഖസീദകളൊക്കെ ഹാഷിമിയത്ത് എന്ന പേരിലും പബ്ലിഷ് ചെയ്യപ്പെട്ടു. മറ്റൊരു ക്വസ്റ്റ്യൻ, ആർബിട്രറി അറസ്റ്റ് എന്നതിന്റെ ട്രാൻസ്ലേഷൻ എങ്ങനെയാണ്? ആർബിട്രറി അറസ്റ്റ്. അതായത് ഒരു അനിയന്ത്രിതമായിട്ടുള്ള അല്ലെങ്കിൽ തോന്നിയ പോലെയൊക്കെ അറസ്റ്റ് ചെയ്യുക, ആ ഒരു ഉദ്ദേശമാണ് ആർബിട്രറി കേസ്. ഏകപക്ഷീയമായി സ്വേച്ഛാധിപരമായി അങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇതിനാണ് ആർബിട്രറി എന്ന് പറയുന്നത്. എന്താ ഗ്രേറ്റ് ആൻസർ. അപ്പോ ഇതിന്റെ ആൻസർ വരുന്നത് എഴുത്തുകാരൻ താസുഫി ആണ്. ഓപ്ഷൻ സി ആണ്, എഴുത്തുകാരൻ താസുഫി. താസുഫി എന്ന് പറയുമ്പോൾ ആർബിട്രറി എന്ന രൂപത്തിൽ. മറ്റുള്ളതിന്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: എഴുത്തുകാരൻ ഫർദി പ്രീസംപ്റ്റീവ് അറസ്റ്റ്, എഴുത്തുകാരൻ കസ്റ്റഡി ഫോഴ്സിബിൾ ഡിറ്റൻഷൻ, എഴുത്തുകാരൻ തെഹക്കമി കൺട്രോൾ അറസ്റ്റ്. അപ്പൊ ഇതെല്ലാം യൂസേജിൽ ഉള്ള സാധനങ്ങളല്ല കേട്ടോ. എഴുത്തുകാരൻ കസ്റ്റഡി എന്നുള്ളത് ഒന്നും യൂസേജിലുള്ള സാധനങ്ങളല്ല. പക്ഷെ പോലും നിങ്ങൾക്ക് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. മറ്റൊരു ക്വസ്റ്റ്യൻ, ബദീഉസ്സമാൻ ഹമദാനി കുറച്ചു കാലമെങ്കിലും ആരുടെ അടുത്താണ് പഠിച്ചത്? ഇത് തന്നിട്ടുള്ള ആളുകൾ അബ്ദുൽ ഹമീദ് ഖാത്തിബ്, അൽ ഖാദിൽ ഫാദിൽ, അസ്വായിബിൻ അബ്ബാദ്, ഇബ്നുൽ ഹമീദ്. ഇവരിൽ ആരുടെ കൂടെയാണ് അല്ലെങ്കിൽ ആരുടെ അടുത്താണ് കുറച്ചു കാലമെങ്കിലും പഠിച്ചത്? അബ്ദുൽ ഹമീദ് ഖാത്തിബിന്റെ അടുത്താവാൻ സാധ്യത കുറവാണ് അല്ലെ, കാരണം അദ്ദേഹം ഒരുപാട് കാലം മുമ്പ് ജീവിച്ച ആളാണ്. ഫാദിൽ ഒരുപാട്, സ്വാഹിബിൻ അബ്ബാദ്, ഇബ്നുൽ ഹമീദ് ഇവരൊക്കെയാണ് സാധ്യത ഉള്ളത്. കാരണം ഖാദിൽ ഫാദിലൊക്കെ ഇതിന് ശേഷം വരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിനോട് പഠിക്കാൻ സാധ്യതയില്ല. ഈ സ്വാഹിബിൻ അബ്ബാദ്, ഇബ്നുൽ ഹമീദോ. അപ്പൊ അതിന്റെ ആൻസർ ഒന്ന് സ്വാഹിബിൻ അബ്ബാദ് എന്നാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഇവിടെ ബദീഉസ്സമാൻ ഹമദാനി എന്നവർ പഠിച്ചിട്ടുണ്ട് കുറച്ചു കാലം. അപ്പൊ അദ്ദേഹം അബുൽ ഫദൽ അഹമ്മദ് ബിൻ ഹുസൈൻ ബിൻ യഹ്യ ബിൻ ബിശ്ർ ഹമദാനിയാണ്. 358 398 വഫാത്തായ 40 വർഷം മാത്രം ജീവിച്ചിട്ടുള്ള അദ്ദേഹം. അദ്ദേഹത്തിന്റെ ലക്കബാണ് ബദീഉസ്സമാൻ എന്നുള്ളത്. ഖുറാസാനിലാണ് അദ്ദേഹം ജനിക്കുന്നത്, ഖുറാസാനിലെ ഹമദാനിലെ. ഓക്കെ, അദ്ദേഹം കാത്തിബും ഷായറൊക്കെയാണ്, പക്ഷെ അദ്ദേഹം നസറിലാണ് കൂടുതലായിട്ട് അറിയപ്പെടുന്നത് അല്ലെ. പിന്നെ അദ്ദേഹം അബുൽ ഹസൻ അഹമ്മദ് ബിൻ ഫാരിസ് എന്നൊരു ലുഗവിയുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെ വിദ്യായിട്ടുള്ള പഠനമൊക്കെ നടത്തുന്നത്. അങ്ങനെ ഹമദാനിലേക്ക് അദ്ദേഹം പിന്നെ പോകുന്നത് 380-ൽ. അതിനുശേഷം അദ്ദേഹം സ്വാഹിബിൻ അബ്ബാദ് റയ്യിലായിരുന്നു. സ്വാഹിബിൻ അബ്ബാദ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്ന് അദ്ദേഹത്തിന്റെ കൂടെ കൂടുകയും അങ്ങനെ ഒരുപാട് കുറച്ചു കാലം അദ്ദേഹത്തിന്റെ അടുത്ത് താമസിക്കുകയും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ വിജ്ഞാനപരമായിട്ടും ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്നാണ് അദ്ദേഹം ഈ ഒരു സ്വാഹിബിൻ അബ്ബാദിന്റെ ആ ഒരു സൂബത്ത് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഓക്കെ, അദ്ദേഹം 400 മക്കാമാത്തിൽ ജയിച്ചിട്ടുണ്ട്. 53 അല്ലെങ്കിൽ 51 ആ രൂപത്തിൽ, ആ ഒരു എണ്ണത്തിൽ മാത്രമേ, ഇത്രയും എണ്ണം മാത്രമേ നമ്മിലേക്ക് എത്തിയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ റാവിയാണ് ഈസ ബിൻ ഹിശാം, ബത്തുൽ അബുൽ ഫദൽ ഇസ്കന്ദരി എന്ന ആളാണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, തശ്ബീഹുൽ മുജ്മൽ ഹുവ തശ്ബീഹുൽ മുജ്മൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തശ്ബീഹുൽ മുജ്മൽ എന്നാൽ എന്താണ്? മാ ഹുദിഫ മിൻഹു വജ്ഹു ശബഹ ആണോ? മാ ദുക്കിറത് ഫീൽ അദാത്ത് ആണോ? മാ ഹുദിഫ മിൻഹു അദാത്ത് ആണോ? മാ ഹുദിഫ മിൻഹു അദാത്ത് വജ്ഹു ശബഹ ആണോ? എന്താണ് തശ്ബീഹുൽ മുജ്മൽ എന്ന് പറയുന്നത്? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു തശ്ബീഹിന്റെ ഈ ഒരു 5 കിസ്മുണ്ട്. ഇത് ബേസ് ചെയ്തിട്ടൊരു ചോദ്യവും നിർബന്ധമായിട്ടും എന്തായാലും ആ ഒരു നെറ്റ് എക്സാമിന്റെ പല ക്വസ്റ്റ്യൻ പേപ്പറുകളും കാണാറുണ്ട്. അപ്പൊ ഓപ്ഷൻ എ അല്ലേ, നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. മാഹുദീബിന് വജൂഷിബിനെ കളയപ്പെട്ടതിനാണ് തശ്ബീഹുൽ മുജ്മൽ എന്ന് പറയുന്നത്. അപ്പൊ തശ്ബീഹ് എന്ന് പറയുമ്പോൾ ആ ഒരു താരീഫാണത്. അതായത് അതിന്റെ അദാത്ത് കൊണ്ട് കാഫ് എന്ന അദാത്ത് ഉപയോഗിച്ചിട്ട് ഒരു മറ്റൊരു ഷെയ്നോട് തുല്യമായിട്ടുണ്ട് എന്ന രൂപത്തിൽ ഇന്ന് വ്യക്തമാക്കുന്ന തശ്ബീഹ് എന്ന് പറയാറുണ്ട് അല്ലെ. അർക്കാനുകൾ 4 വിശബ്, വിശബി, വജുഷിബ്, അദാത്ത് തശ്ബീഹ് ഒക്കെ ഉണ്ട്. അക്സാമ തശ്ബീഹ് 5 ഉണ്ട്. തശ്ബീഹ് മുർസലുണ്ട്. അദാത്തിന് പറയപ്പെടുമ്പോൾ മുർസൽ എന്ന് പറയും. മുഅക്കദാകുമ്പോൾ കളയപ്പെടും, അദാത്തിന് കളയപ്പെടുമ്പോൾ മുഅക്കദ് എന്ന് പറയും. മുജ്മൽ എന്ന് പറയുമ്പോൾ വജുഷിബിനെ കളയപ്പെടും. അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത്. അൽ ആലമു
സിറാജ് അൽ ആലിമു സിറാജ് ഉമ്മത്തിഹി എന്നൊരു ഉദാഹരണം. അൽ ആലിമു സിറാജ് ഉമ്മത്തിഹി, ഒരു പണ്ഡിതനായിട്ടുള്ള വ്യക്തി, അത് അദ്ദേഹത്തിന്റെ ഉമ്മത്തിന്റെ വിളക്കാണ്. ഇപ്പൊ എന്ത് വിഷയത്തിനാണ് വിളക്കാവുന്നത് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല അല്ലെ. വജൂഷിബിനെ കളയപ്പെട്ടു, അതുകൊണ്ടാണ് തസ്മീം മുജ്മലായത്. തസ്മീം മുഫസൽ എന്ന് പറയുമ്പോൾ മാതുക്കലഫി വജൂഷിബു ആണ്. വജൂഷിബിനെ പറയപ്പെടുമ്പോൾ തസ്മീം ബലീഗ് എന്ന് പറയുമ്പോൾ അദാത്തിനെയും വജൂഷിബിനെയും കളയപ്പെട്ട് തസ്ബീഹിന്റെ ഒരു മുഷബവും മുഷബയും ബിയും മാത്രം അവിടെ അവശേഷിക്കുമ്പോഴാണ് തസ്ബീഹ് ബലീഗ് എന്ന് പറയപ്പെടാറ്. മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ മാച്ച് ചെയ്യാനാണ്. ഹസാൻ സാബിത്ത്, ഫറസ്ദക്ക്, മുത്തനബി, ഇബ്നു ഖഫാസ് എന്നിവയൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് ഷാറുൽ അബ്ബാസി, ഷാറുൽ മുഖദറമി, ഷാറുൽ അബ്ദോസി, അഷാറുൽ ഉമവി ഇതൊക്കെ ഉണ്ട് അപ്പുറത്ത്. അപ്പൊ എന്തായിരിക്കും റൈറ്റ് ആൻസർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. ഹസാൻ സാബിത്ത്, ഫറസ്ദക്ക്, മുത്തനബി, ഇബ്നു ഖഫാജ, ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കും. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടാവും. സിമ്പിളായിട്ട് ചോദ്യം അല്ലേ. മുത്തനബി ഷാറുൽ അബ്ബാസിയ എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഫറസ്ദക്ക് ഷാറുൽ ഉമവിയാണ്. ഹസാൻ സാബിത്ത് തങ്ങള് ഷാറുൽ മുഖദറമാണ്. ഇബ്നു ഖഫാജ എന്നവര് ഷാറുൽ അബ്ദുലസിയാണ്. അപ്പോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. മസ്റഹിയത്തു കാഫിലത്തു നൂർ ലി അസീസ് ഉബ്ബാദ റത്നാബലു. ഈ കാഫിലത്തു നൂർ എന്ന അദ്ദേഹത്തിന്റെ അസീസ് ഉബ്ബാദന്റെ ഒരു മസ്റഹിയുണ്ട്. അതിൽ എന്താണ് അവര് കൈകാര്യം ചെയ്യുന്നത്? എന്ത് വിഷയമാണ് അതിൽ പ്രതിപാദിക്കുന്നത്? അല്ല ഹനാഫുലത്തി വക്കാത്ത് കുബൈൽ ഇസ്ലാം, ഇസ്ലാമിന് മുമ്പ് നടന്ന സംഭവങ്ങളാണോ, എന്നാൽ ഇസ്ലാമിന്റെ തുടക്കകാലത്ത് നടന്ന സംഭവങ്ങളാണോ, എന്നാൽ ഉമവിയ കാലഘട്ടത്തിൽ നടന്ന സംഭവം, അല്ലെങ്കിൽ അബ്ബാസിയ കാലഘട്ടത്തിൽ നടന്ന സംഭവം, എന്താണ് ഈ ഒരു കാഫിലത്തിനുള്ള അദ്ദേഹം പ്രതിപാദിക്കുന്നത്? നമുക്കറിയാം അസീസ് ഉബ്ബാദ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അഹ്മദ് ഷൗക്കിക്ക് ശേഷം ഒരു മസ്റഹിയ ശീരിയന്റെ രണ്ടാമത്തെ റായിദാർ അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ 1973 നമ്മുടെ ത്വാഹ ഹുസൈനൊക്കെ വഫാത്തായ അതേ വർഷത്തിലാണ് അദ്ദേഹം വഫാത്താവുന്നത്. അപ്പോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അതായത് അൽ ഇസ്ലാം, ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായ ഒരുപാട് സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു കാഫിലത്തിൽ ആ ഒരു മസല രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം അസീസ് ബിൻ മുഹമ്മദ് ബിൻ ഉസ്മാൻ ഉബ്ബാദ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മിസ്രിയാണ്. 1950 അദ്ദേഹത്തിന് കാഹിറ മജ്മഉൽ ലുഗത്തുൽ അറബിയ കാഹിറയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ മജ്മഉൽ ഉലൂമിയ അൽ ഇറാഖി അതിന്റെ അംഗമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അത്രയും നല്ലൊരു ലിറ്റററി മാൻ ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇതിപ്പോ അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചർ ആ ഒരു അദബിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അദ്ദേഹം ഒരുപാട് മജ്മഉകളുടെയും അതുപോലെ തന്നെ ഒരുപാട് മദ്രസകളിലേക്ക് അതിലേക്ക് അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കലി നോക്കുമ്പോൾ അദ്ദേഹം പാർലമെന്റിലും അതുപോലെ തന്നെ പല മുദീരിയയുടെയൊക്കെ അതിന്റെയൊക്കെ മുദീറായിട്ടുണ്ട്. ഉസ്വാൻ എന്ന അത് പലതിന്റെയും കളക്ടറായിട്ട് മാറിയിട്ടുണ്ട്, സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ആ രൂപത്തിലും അദ്ദേഹം വളരെ ഫേമസ് ആണ്. പിന്നെ അഹ്മദ് ഷൗക്കിക്ക് ശേഷം റാഹിദുൽ മസ്റഹിയത്ത് ഷീരിയായിട്ട് അറിയപ്പെടുന്നതാണ് അദ്ദേഹം. അതുപോലെ തന്നെ കാഫിലത്തുൽ എന്നത് അവർ ഇന്തിശാരി ദഅവത്തുൽ ഇസ്ലാമിയത്തി ബൈന അഹ്ലിൽ ഹിറ മാ സമാനു ഫഹുവ സനത്തു സാബിഖത്തുൽ ഹിജ്റ. അപ്പൊ ഹിജ്റന്റെ മുമ്പുള്ള കുറച്ച് വർഷങ്ങളിൽ, അതായത് ഹിയറ എന്ന ആ ഒരു അവരിലേക്ക് ഇസ്ലാമിന്റെ ദേവതത്തുന്ന ആ ഒരു സമയം, അതായത് ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിലുള്ള സംഭവങ്ങളെ പറ്റിയാണ് ഈ ഒരു മസ്റഹിയിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത്. അദ്ദേഹത്തിന് മറ്റു മസ്റഹിയാതാണ് ഖൈസുൽ ഇബ്ന അബ്ബാസ, ഉറൂബുൽ അൻദലസ്, അബ്ദുറഹ്മാൻ നാസിർ, ശജറത്തുൽ ദുർറ, ഔറാഖുൽ ഖലീഫ്, ഖാഫിലത്തുൻ നൂർ, ഖൈസർ എന്നുള്ളതൊക്കെ. അദ്ദേഹത്തിന് ഒരു ഖസീദ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ദീവാനുണ്ട്, അതിന് ഹന്നാത്തു ഹായിറ എന്നാണ് അദ്ദേഹം പേര് വെച്ചിട്ടുള്ളത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം മുഴുവൻ ഒരു അവിവാഹിതനായിട്ട് ഒരു ബാച്ചിലർ ആയിട്ട് അദ്ദേഹം കഴിച്ചു കൂട്ടിയത്. അൺമാരിഡ് ആയിട്ട്, ബാച്ചിലർ അല്ല അൺമാരിഡ് ആയിട്ട് അദ്ദേഹം കഴിച്ചു കൂട്ടിയത്. അതുപോലെ തന്നെ അദ്ദേഹം ഇറച്ചിയൊന്നും കഴിക്കാറില്ല, വെജിറ്റേറിയൻ ആയിട്ട് അദ്ദേഹം കഴിച്ചു കൂട്ടിയത്. ആരാണ് അദ്ദേഹം? നവാസ് ആണോ, ഇബ്നുല്ല മാരി ആണോ, ഇബ്നു റൂമി ആണോ, മുത്തനബി ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മുടെ അബുൽ മാരി അബ്ബാസിയ കാലഘട്ടത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവസാന കാലഘട്ടത്തിലെ അബ്ബാസിയ കാലഘട്ടത്തിലെ അവസാന കാലഘട്ടത്തിലെ കവിയായിട്ടുള്ള അബുൽ മാരി എന്നവരാണ് ഈ ഒരു വസ്ഫോടത്തെ ഉടമ. അദ്ദേഹം അബുൽ അഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ സുലൈമാൻ ബിൻ മുഹമ്മദ് ഖുല്ലാഹി അത്തനൂസി അൽ മഅരി, അദ്ദേഹമാണ് അബുൽ മഅരി എന്നറിയപ്പെടുന്നത്. 563 ജനിച്ച് 443 വഫാത്താണ് അദ്ദേഹം. ഷായർ, മുഫക്കിർ, നഹ്വി, അദീബ്, ഫിലോസഫി ഈ രൂപത്തിലൊക്കെ അദ്ദേഹം ഫേമസ് ആണ്. അദ്ദേഹത്തിന് 4-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ജുദുരി ബാധിക്കണം, അദ്ദേഹത്തിന്റെ കണ്ണ് നഷ്ടപ്പെടുന്നുണ്ട്, കാഴ്ച നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ അങ്ങനെ ജനങ്ങളുമായിട്ടുള്ള ഒരു ജനങ്ങളുമായിട്ട് അകന്ന് താമസിക്കുന്ന ഒരു കാരണത്താൽ അദ്ദേഹം റഹീനുൽ മഹ്ബസ് എന്ന അദ്ദേഹത്തിന് ലക്കബുണ്ട്. അതായത് അദ്ദേഹം വെറും വീട്ടിലും അതുപോലെ തന്നെ ഈ രണ്ട് രൂപത്തിൽ അദ്ദേഹം ഒരു മഹബൂസ് ആയിരുന്നു, അല്ലെങ്കിൽ അതിൽ അത്രയും അദ്ദേഹം ഹബീസ് ആയിരുന്നു.
ഓക്കെ. പിന്നെ അദ്ദേഹം ഒരു ജാഹിദായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. അതായത് ദുനിയാവിൽ അദ്ദേഹം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിച്ച ആളാണ് അദ്ദേഹം. ജീവികളെ കൊല്ലുക, അതുപോലെ തന്നെ ഇറച്ചി കഴിക്കുക, ഇതിനൊക്കെതിരായിരുന്നു. അങ്ങനെ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. കാരണം അദ്ദേഹം വിവാഹം കഴിച്ചാൽ അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടായാൽ ആ സന്താനങ്ങൾ കൂടി ജീവിതത്തിന്റെ ഈ പ്രത്യാഘാതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചുകൊണ്ട് അദ്ദേഹം വിവാഹം കഴിക്കാൻ പറയപ്പെടും. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. 4-ാം വയസ്സിൽ കണ്ണ് നഷ്ടപ്പെട്ടു. ശേഷം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ ഉപ്പയും ഉമ്മയൊക്കെ വഫാത്തായി. അങ്ങനെ അദ്ദേഹം ഒരു ഒറ്റയാനായി താമസിക്കുന്ന ആളാണ്. അപ്പൊ ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളൊന്നും എനിക്ക് ശേഷം ഞാൻ വിവാഹം കഴിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന മക്കൾ അനുഭവിക്കരുത് എന്ന രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം വിവാഹം കഴിക്കാതിരുന്നതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, അഹമ്മദ് യുഹിബുൽ അഗാനിയ അൽ ഹിന്ദിയ, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇതിനെ മറ്റൊരു രൂപത്തിൽ എങ്ങനെ പറയാം എന്താണ്? അഹമ്മദ് ഇന്ത്യൻ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതായത് അഹമ്മദ് യുമീലു അൽ അഗാനിൽ ഹിന്ദിയാണോ, എന്നാൽ യുമീലു ഇലയാണോ, യുമീലു അന്നാണോ, യുമീലു ഫീ ആണോ? അതെ, അഹമ്മദ് യമീലു നിങ്ങൾ അല്ലെ, മാല യമീലു. അപ്പൊ അഹമ്മദ് യമീലു അലയാണോ ഇലയാണോ? ഒരു ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഒരു, അപ്പൊ തന്നെ എല്ലാവർക്കും അറിയാം മാല യമീലു എന്ന് പറയാനല്ലോ അല്ലെ, മാല യമീലു എന്ന് പറയും. അപ്പൊ അഹമ്മദ് യമീലു ഇരൽ അഗാനിൽ ഹിന്ദിയ എന്ന് പറയും. അതായത് അഹമ്മദ് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിന് മറ്റൊരു പ്രയോഗമാണ് അഹമ്മദ് യമീലു ഇരൽ അഗാനിൽ ഹിന്ദിയ. അപ്പൊ ഓപ്ഷൻ 2 ആണ്, അതായത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. മറ്റൊരു ക്വസ്റ്റ്യൻ, അമൽ അബ്ദുൽ ഹമീദ് ഖാത്തിബ് ഇന്ത, അബ്ദുൽ ഹമീദ് ഖാത്തിബ് ആരുടെ അടുത്താണ് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്? മുആവിയാണോ, സുലൈമാൻ അബ്ദുൽ മലിക്, ഉമർ ബിൻ അബ്ദുൽ അസീസ്, മർവാൻ ബിൻ മുഹമ്മദ്? ഇവർ ആരുടെ കൂടെയാണ് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്? നമ്മുടെ അബ്ദുൽ ഹമീദ് ഖാത്തിബ് എന്നവർ വഫാത്താവുന്ന 132-ലാണ്, ഹിജ്റ 132-ലാണ്. അപ്പോ ഏകദേശം ഉമവിയ ഉമവിയ ഖിലാഫത്ത് അവസാനിക്കുന്ന 132-ലാണ് അല്ലെ. ഉമവിയ ഖിലാഫത്ത് അവസാനിക്കുന്ന 132-ലാണ്. അപ്പോ അവരുടെ ഏറ്റവും അവസാന ഖലീഫയായിട്ടുള്ള മർവാൻ ബിൻ മുഹമ്മദ് എന്ന ആളുടെ കൂടെയാണ് അദ്ദേഹം അവരുടെ ഒഫീഷ്യലായിട്ടുള്ള കാത്തിബൻ റസ്മിയായിട്ടാണ് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. അപ്പൊ അവരുടെ കൂടെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുള്ളത്, മർവാൻ മുഹമ്മദ്. ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. അതായത് അദ്ദേഹം അബ്ദുൽ ഹമീദ് ഖാത്തിബ് എന്നുള്ളത് ഉമവിയ അല്ലെ ബനി ഉമയ്യയുടെ അൽ ഖാത്തിബ് സിയാസിൽ അവൽ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ മർവാൻ മുഹമ്മദ് എന്നവര് അദ്ദേഹം ഷാമില് അദ്ദേഹം ആദ്യം ഗവർണർ ആയിരുന്നു. ശേഷമാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരു ഖലീഫയായിട്ട് മുബായത്ത് ചെയ്യുന്ന ആ ഒരു സന്തോഷ വാർത്ത അറിയപ്പെട്ട ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരെല്ലാം സുജൂദ് ചെയ്യുക, ശുക്രിന് സുജൂദ് ചെയ്ത സമയത്ത് നമ്മുടെ അബ്ദുൽ ഹമീദ് ഖാത്തിബ് മാത്രം അതിൽ വിട്ടു നിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് സുജൂദ് ചെയ്യുന്നത്? ലിമല തസ്ജുദ് എന്ന് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ സുജൂദ് ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് സുജൂദ് ചെയ്യുക? കാരണം നിങ്ങൾ ഇത്രയും കാലം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ തീർത്ത നിങ്ങൾ ഇപ്പോ ഞങ്ങളൊക്കെ വിട്ടു പോകുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോ, അതായത് ഇദ്ദേഹം അത്രയും കാലം ഈ ഒരു അബ്ദുൽ ഹമീദ് ഖാത്തിബ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു കാത്തിബായിട്ട്. അപ്പൊ ശേഷം ഇദ്ദേഹം ഖലീഫയായി പോയാല് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവില്ല, അദ്ദേഹം എന്നെ ഒഴിവാക്കുമല്ല എന്നൊരു ആശങ്ക പങ്കുവെച്ചാണ് അദ്ദേഹം ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന മറുപടിയാണ്, ഇതൻ തത്തീറുമായി നീയും എന്റെ കൂടെ പറന്നോ, എന്റെ കൂടെ വന്നോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാം, അൽ ആൻ ത്വാലിബ് സയ്യിദ് ഫത്തഖദ മർവാൻ കാത്തിബ് ദൗലത്തി. ഇങ്ങനെ അദ്ദേഹം സുജൂദ് ചെയ്യുകയും ഞാൻ മർവാൻ മുഹമ്മദ് അദ്ദേഹത്തിന്റെ ദൗലത്തിന്റെ കാത്തിബായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 126 മുതൽ 132 വരെ ഹാക്കിമായിരുന്നു മർവാൻ മുഹമ്മദിന്റെ കാത്തിബാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെ അദ്ദേഹം അബ്ദുൽ മുഖഫുമായിട്ട് നല്ലൊരു ബന്ധം ഇവർക്കുണ്ടായിരുന്നു, നമ്മുടെ അബ്ദുൽ ഹമീദ് ഖാത്തിബ് എന്ന ആൾക്ക്. അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് ഖാത്തിബും മർവാൻ മുഹമ്മദും മിസ്രിലേക്ക് ഓടുകയുണ്ടായി. ആ ഒരു 132-ലുണ്ടായിരുന്ന ഒരു മാലിക്കത്തു സാബ് എന്ന ഉമവിയാക്കൾക്കെതിരെ അല്ലെ അവരിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത ആ ഒരു യുദ്ധമുണ്ട്. അതിലാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൊല്ലപ്പെടുന്നത്. ഓക്കെ. മറ്റൊരു ക്വസ്റ്റ്യൻ മാച്ച് ചെയ്യാനാണ്. ഫിൻ നഖദുൽ അദബി ഉസൂൽ നഖദുൽ അദബി അൽ ഉസൂൽ വൽ ഉസ്ലൂബിയ സഅഅത്തു ബൈനൽ കുതുബ്. ഇപ്പുറത്തെ അബ്ദുസലാം അൽ മസദി, ഷൗക്കത്ത് ലൈഫ്, അബ്ബാസ് മുഹമ്മദ് അഖാദ്, അഹമ്മദ് ഷാഹിബ് ഇവരൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും മാച്ച് ചെയ്യാം? ഇതെന്തായാലും ഈ ഒരു രൂപത്തിൽ ഈ ഒരു നഖദിന്റെ ആ ഒരു പാഠം എന്നുള്ള ഈ ഒരു കിതാബുകൾ ഏകദേശം ഒരുപോലെ തോന്നിക്കുന്ന ഈ കിതാബുകൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും റൈറ്റ് ആൻസർ ഫിൻ നഖദുൽ അദബി ഉസൂൽ നഖദുൽ അദബി. കമന്റിൽ ഓപ്ഷൻ ഡി എന്ന് വരുന്നുണ്ട്, നോക്കാം. ഓപ്ഷൻ 4 ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അതായത് ഫിൻ നഖദുൽ അദബി ഷൗക്കത്ത് ലൈഫിന്റെ ആണ്.
ഉസൂലിനൊക്കെ അത് അഹമ്മദ് ഷാഹിബിന്റെയാണ്. അൽ ഉസൂബുൽ ഉസ്ലൂബി അബ്ദുൽ സലാം മസദിയുടെയാണ്. സഅത്തുൽ കിതാബ് സഅത്തുൽ കുത്തുബ് അബ്ബാസ് മുഹമ്മദ് ബക്കാദിന്റെ കിതാബാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കിതാബുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് നിർബന്ധമാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഇവിടുത്തെ അലി അഹമ്മദ് ബാക്കസീർ അദ്ദേഹം എവിടെയാണ് ജനിക്കുന്നത്? അലി അഹമ്മദ് ബാക്കസീർ എന്ന അദ്ദേഹം മസ്രഹി ആയിട്ട് നമ്മുടെ സിലബസിലുള്ളത്. അദ്ദേഹം എവിടെയാണ് ജനിക്കുന്നത്? ഹിന്ദ്, മലേഷ്യ, സിറിയ, ഇന്തോനേഷ്യ. സിംഗിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അദ്ദേഹം ഓപ്ഷൻ 4 ആണ്, ഇന്തോനേഷ്യൻ അദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ അദ്ദേഹം അലീബിൻ അഹമ്മദ് മുഹമ്മദ് അൽ ബാക്കസീർ അൽ കിന്ദി 1910 ജനിച്ചു, 1961 വഫാത്തായി. ഷാഇറാണ്, കാത്തിബാണ്, മസ്രഹിയാണ്, റിവാഹിയാണ്, യമനിയാണ്, മിസ്രിയാണ്, നസറിൻ ഹദർമിയും. അപ്പൊ അദ്ദേഹം മിസ്രിയാണ്, യമനിയാണെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ജനിക്കുന്നത് ഇവിടുത്തെ ഈ സോറോബായ ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലെ അദ്ദേഹത്തിന്റെ ഉമ്മയും ഉപ്പയും ഹദർമികളാണ്, അതായത് യമനിയ. അവര് രണ്ടുപേരും യമനിലുള്ള ആളുകളാണ്. ആ ഒരു യമനി അസലിൽ നിന്നാണ് അദ്ദേഹം ഇന്തോനേഷ്യയിൽ ജനിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം 10ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹദർമൗത്തിലേക്ക് പോകുന്നുണ്ട്. കാരണം ഒരു അറബിക് ലൈഫ്, ഒരു ഇസ്ലാമിക് അറബിക് ലൈഫ് വേണമെന്ന ഉദ്ദേശത്തോടെ അദ്ദേഹത്തിന്റെ ഉപ്പയും ഉമ്മയെല്ലാം കൂടി യമനിലേക്ക് പോകുന്നുണ്ട്. 1934 അദ്ദേഹം മിസ്രിലോട്ട് വരുന്നുണ്ട്. ശേഷം അദ്ദേഹം അവിടെ സ്ഥിരതാമസമാക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം കിസ്മലോദിലെ ജാമ്യത്ത് ഫാദിൽ ഇവിടുന്ന് അദ്ദേഹം ബക്കാലിയോസ് നേടുന്നുണ്ട്. ശേഷം അദ്ദേഹം ഒരുപാട് 15 വർഷത്തോളം അദ്ദേഹം തദ്രീസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് സിറുൽ ഹാക്കിം ബി അംബില്ല, മിൻ ഫോക്കി സബ സമാവാത്ത്, സിറുൽ ഷെഹർസാദ്, റൂമിയോ ജൂലിയറ്റ്. അപ്പോൾ ഈ രണ്ട് സിർ അദ്ദേഹത്തിന്റെ ഉണ്ടോ, സിറുൽ ഹാക്കിം ബി അംബില്ല എന്നുള്ളതും സിറുൽ ഷെഹർസാദ് എന്നുള്ളതും ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. ഓക്കെ, പിന്നെ റോമിയോ ജൂലിയറ്റ്, ഇതൊക്കെ ഈ റോമിയോ ജൂലിയറ്റ് എന്ന ഗ്രന്ഥം അദ്ദേഹം പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയ ഗ്രന്ഥം. അദ്ദേഹം എഴുതിയതല്ല, അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്താണ് റോമിയോ ജൂലിയറ്റ് എന്നുള്ളത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, കിതാബ് അൽ അർദു ഹബീബത്തി എന്നത് ആരുടെ മജ്മുഅ ഖസസിയാണ്? ത്വഹ ഹുസൈന്റെ ആണോ, സലീം അൽ ബുസ്താനിയുടെ ആണോ, അബ്ദുൽ കരീം ഖുലാബിന്റെ ആണോ, ജോർജ് സൈദാന്റെ ആണോ? ആരുടേതാണ് ഈ ഒരു അൽ അർദു ഹബീബത്തി എന്ന ഗ്രന്ഥം? അപ്പൊ നമ്മള് എല്ലാ ആളുകളുടെയും പ്രമുഖരായ ആളുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ആളുകളുടെയും പ്രധാനപ്പെട്ട കിതാബുകൾ മാത്രം കണ്ണോടിച്ചു പോകും. പക്ഷേ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാകാൻ നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ പോയ ഉള്ളിൽ നിന്ന് നമുക്ക് തീരെ പ്രതീക്ഷിക്കാത്ത കിതാബുകളൊക്കെ ചിലപ്പോൾ ചോദ്യത്തിലുണ്ടാവും. അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ആൻസർ വന്ന് അബ്ദുൽ കരീം ഗുലാബാണ്. അദ്ദേഹത്തിന്റെ മജ്മുഅ ഖസസിയാണ് അൽ അർദു ഹബീബത്തി എന്ന ഗ്രന്ഥം. അപ്പൊ അദ്ദേഹം അബ്ദുൽ കരീം ഗുലാബ് കാത്തിബും മുഅർരിഖും ദിവാഇയുൻ അദീബുൻ വസുഫിയും മഗ്‌രിബിയാണ്. അദ്ദേഹം മൊറോക്കയാണ്. അദ്ദേഹം ഫാസ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. മഗ്‌രിബിലെ അല്ലെങ്കിൽ മൊറോക്കയിലെ ഫാസ് എന്ന സ്ഥലത്ത് ഫെസ് എന്നൊക്കെ പറയില്ലേ, അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ജനിക്കുന്ന എവിടെയാണ്? ജാമിഅത്തുൽ ഖാഹിറയിൽ അദ്ദേഹം ഇസ്മുൽ അറബിയിൽ അദ്ദേഹം തഖറുജായി. അദ്ദേഹം 75ഓളം കിതാബ്, റിവായ, ഖിസ്സ, അതുപോലെ തന്നെ സിയാസ, ഫിഖ്, ദസ്തൂരികൾ, ഒരുപാട് മേഖലകളിൽ അദ്ദേഹം 75ഓളം കിതാബുകൾ രചിച്ചിട്ടുണ്ട്. സബഅത്തു അബ്വാബ്, മുഅല്ലിം അലി, ദഫനുൽ മാളി, ശുറൂഹും ഫിൽ മറായ എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള റിവായകളാണ്. അൽ അർദു ഹബീബത്തി എന്നുള്ളത് അത് 12 കിസ്സകൾ അടങ്ങിയ മജ്മുഅയാണ്. മാത്ത ഖരീറുൽ ഐനി ഷെഹർസാദ് ഫി ലൈലത്തി സാനിയ ബഅദൽ അൽഫ്, ഹാദൽ വജ്ഹു ആരിഫു, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഷെഹർസാദ് ഫി ലൈലത്തി സാനിയത്തി ബഅദ അൽഫ്, അതായത് 1002 രാവിന് ശേഷം എന്നൊരർത്ഥത്തിൽ വരുന്നത് അല്ലെ. പിന്നെ ഹാദൽ വജ്ഹു ആരിഫു എന്ന ഇതൊക്കെ അദ്ദേഹത്തിന്റെ മജ്മുഅ ഖസസിയാണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ മാച്ച് ആക്കാനാണ്. ജാഹിദിന്റെ, അബു തമാമിന്റെ, ബദീ സമൻ ഹംദാനിന്റെ, യാഖൂത്തുൽ ഹമദി ഉണ്ട്. അപ്പൊ അവരുടെ കിതാബുകൾ അപ്പുറത്തന്നെ മഹാസമുൽ ബാഗ്, ദീവാനുൽ ഹമാസ, മഖാമാത്ത്, ഖസ്വായിസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോറി, അയ്യിന് സൗജുൽ ഖത്ത ആണ് കേട്ടോ. അയ്യിന് സൗജ് ഗൈർ സ്വഹീഹ്. അപ്പൊ അവിടെ ശരിയല്ലാത്ത ഇത് കണ്ടെത്താനാണ്. അപ്പൊ ജാഹിദിന്റെ മഹാസമുല്ലാദ്, അബു തമാമിന്റെ ദീവാനുൽ ഹമാസ, ബദീ സമൻ ഹംദാനിന്റെ മഖാമാത്ത്, യാഖൂത്തുൽ ഹമദിയുടെ ഖസായിസ്. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള പേര്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ജാഹിദിന്റെയാണ്, ദീവാൻ ഹമാസ അബു തമാമിന്റെയാണ്, മഖാമാത്ത് ബദീ സമൻ ഹംദാനി, യാഖൂത്തുൽ ഹമദിയുടെ ഖസായിസ്. ഖസായിസ് എന്നുള്ളത് യാഖൂത്തുൽ ഹമദിയുടെ അല്ല. ഒന്നുകിൽ യാഖൂത്തുൽ ഹമദിയുടെ നമ്മൾ മറ്റൊരു കിതാബായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് യാഖൂത്തുൽ ഹമദിയുടെ, അല്ലെങ്കിൽ ഖസായിസ് എന്നുള്ള കിതാബ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇബ്നു ജനിക്കാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ 4, അതായത് യാഖൂത്തുൽ ഹമദി എന്ന ആളാണ് റൈറ്റ് ആൻസർ. എന്നുള്ളത് അദ്ദേഹത്തെ പറ്റി പറയാൻ പറ്റുന്ന മുസ്ലിം ബുൽത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ മറ്റു കിതാബുകളാണ്, അല്ലെങ്കിൽ ഖസായിസ് എടുക്കാൻ പറ്റുന്ന ഇബ്നു ജനിക്കാണ്. മറ്റൊരു ചോദ്യം, ഹബീബത്തു ജമീൽ മഅമർ ബുസൈന തൻതമി ഇലാ ഖബീലത്തി. ബുസൈന എന്ന ജമീൽ മഅമറിന്റെ ഹബീബത്ത് അവർ ഏത് കബീലക്കാരിയാണ്? ഖുദാഅയാണോ, തമീമാണോ, ഖത്ഫാനാണോ, തഗ്ലബാണോ? ഏത് കബീലക്കാരിയാണ് അദ്ദേഹത്തിന്റെ ഹബീബത്ത്?
ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ നമുക്കറിയാലോ ജമീൽ മാമർ എന്ന അദ്ദേഹം ഈ ഒരു എന്ന ഗസൽ എന്ന ആ ഒരു വിഷയത്തിൽ ഫേമസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഹുബ് ഹുസൈന എന്ന അദ്ദേഹത്തിന്റെ കാമികമായിട്ടുള്ള ആ ഒരു ഹുബ് കാരണം ഫേമസ് ആയ ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഹബീബത്ത് ഖുദാഅ എന്ന കബീലക്കാരിയാണ്. ഓക്കെ. അപ്പൊ അദ്ദേഹം ഖുദാഅ രണ്ടുപേരും ഒരേ ഗോത്രപ്പെട്ട ആളാണ്. ഉസ്റ എന്ന ആ ഗോത്രം, ഉസ്റ ആ ഗോത്രത്തിലേക്ക് നിസ്ബയാണ് രണ്ടുപേരും. അപ്പൊ അതിൽ തന്നെ ഖുദാഅ എന്ന കബീലയുടെ ഉസ്റ എന്ന ആ ഒരു ബ്രാഞ്ചിലാണ് ഇവരൊക്കെ ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹബീബത്തായിട്ടുള്ള ബുസൈന എന്നവര് അവരുടെ പേരാണ് ബുസൈന ബിന്തു ഹയ്യാൻ ബിൻ സഅലബത്ത് ബിൻ ഹൗദുൽ ഉദ്രിയ എന്നത്. അപ്പൊ അവര് ഖുദാഅയാണ്. അങ്ങനെ അദ്ദേഹം ചെറുപ്പകാലഘട്ടത്തിൽ അവരുമായിട്ട് ഹുബ്ബിലാവുന്നതിന് ശേഷം അവര് വലുതായതിനു ശേഷം ഒരു വിവാഹാഭ്യർത്ഥന നടത്തിയ സമയത്ത് അവരുടെ ഉപ്പ, ആ ബുസൈനയുടെ ഉപ്പ അദ്ദേഹം നിരസിക്കുന്നുണ്ട്. അദ്ദേഹം വിവാഹം കഴിക്കുന്നില്ല. അതിനുശേഷം അദ്ദേഹം ഒരു അവിവാഹിതനായിട്ട് അദ്ദേഹം വഫാത്താവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹം മിസ്രിലേക്ക് പോയി. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹത്തിന് അസുഖം ബാധിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ വഫാത്താവുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഈ ബൈത്ത് ആരാണ് പാടിയത്? അബ്ദുൽവാസാണോ, ബുഖ്തുരിയാണോ, മുത്തനബിയാണോ, ഇബ്രാഹിമിയാണോ? അതായത് എന്നെ ആരും ആക്ഷേപിക്കേണ്ട കാര്യമില്ല, അത് വെറുതെയാണ്, എന്നെ ആക്ഷേപിക്കുന്നത് വെറുതെയാണ്. വദാവിനി ബില്ലത്തി കാനത്ത് ഹിയദ്ദ, എന്നാൽ എന്നെ ആ ഒരു ആ ഒരു മരുന്ന് കൊണ്ട് എന്നെ ചികിത്സിക്കൂ. അപ്പൊ ഇവിടെ ഇത് ആര് പാടിയ ബൈത്താണെന്ന ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് അബൂനിവാസ് ആണ്. ഓപ്ഷൻ എ അബൂനിവാസ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സംഭരണൊക്കെ വസ്തുതയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കള്ളിനോടുള്ള ആ ഒരു ആസക്തി കൂടിയ സമയത്ത് അദ്ദേഹത്തിനെ ഒരുപാട് ആളുകൾ ഹിജാബ് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിമർശിച്ചിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ഈ ഒരു ബൈത്ത് പാടുന്നത്. അദ്ദേഹം കള്ളുപിടിക്കുന്നതിനെ ആക്ഷേപിച്ച ഒരുപാട് ആളുകൾക്ക് മറുപടിയായിട്ട് പറഞ്ഞു. അപ്പൊ ഫയഖൂൽ ലഹു ലാ തലുംനി ഫഇന്ന ഫീ ലൗമിക ഇഗ്റാഉൻ വതഹ്ഫീസുൻ ലിഅൻ ഉവാസില ശുർബഹ. അപ്പൊ അദ്ദേഹം പറയാണ്, നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട, കാരണം ആ ആക്ഷേപത്തിലൊക്കെ എന്നെ നിങ്ങൾ തഹ്ഫീസ് ചെയ്യാണ് അല്ലെ, നിങ്ങൾ എന്നെ പ്രൊമോട്ട് ചെയ്യാണ്, നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ലിഅൻ ഉവാസില ശുർബഹ, ഞാൻ ആ കള്ളു കുടിക്കലിനെ തുടരാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയേ ഉള്ളൂ. അദ്ദേഹം വളരെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നത് എന്റെ ഈ അസുഖത്തിനൊക്കെ ഉള്ള ഒരു ആയിട്ട്, അല്ലെങ്കിൽ പ്രതിവിധിയായിട്ടാണ്, ദവാ ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിന്റെ അസുഖത്തിനൊക്കെ മരുന്നായിട്ടാണ് അദ്ദേഹം ഈ കള്ളിനെ കാണുന്നത്. ആ രൂപത്തിലാണ് അദ്ദേഹം ഹംറിനെ കണ്ടിരുന്നത്. അദ്ദേഹം ഈ ഒരു ഹംറിൽ ഒരു ഇലാഹിയത്തൊക്കെ, ഒരു ഉലൂഹിയത്തൊക്കെ കണ്ടിരുന്ന വ്യക്തിയാണ് അല്ലെ. മറ്റൊരു ക്വസ്റ്റ്യൻ, അൽ ജിൻസുൽ ഖാലി ഫി ശർഹ് ജൗഹറുൽ ആലി എന്ന കിതാബ് ആരുടേതാണ്? അബ്ദുൽ ഹഖൽ ഖൈറാബാദിയാണോ, ഷാഹു വലിയുല്ലാഹി ദഹ്ലവിയാണോ, ഗുലാം അലി ആസാദ് ബൽഗറാമിയാണോ, മുർത്തദ സബീദിയാണോ? ഇത് ആരുടെ കിതാബാണ്? അൽ ജിൻസുൽ ഖാലി ഫി ശർഹിൽ ജൗഹറുൽ ആലി എന്ന കിതാബ് ആരുടെ കിതാബാണ്? അപ്പൊ ഇത് നമ്മുടെ ഒരു ഇന്ത്യക്കാരന്റെ കിതാബാണ്, കാരണം ഓപ്ഷനിലുള്ള ആളുകളൊക്കെ ഇന്ത്യക്കാരനാണ്. അപ്പോ ഫദ്ലത്തുൽ ഖൈറാബാദി എന്ന ആളുടെ കിതാബാണ് ഈ അൽ ജിൻസുൽ ഖാലി ഫി ശർഹിൽ ജൗഹറുൽ ആലി എന്ന കിതാബ്. അപ്പൊ അദ്ദേഹം ഫദ്ലത്തുൽ ഖൈറാബാദി ഇമാമുബിന് മുഹമ്മദ് ഫദൽ ഇമാമുബിന് മുഹമ്മദ് അർഷദ് അൽ ഉമരി അൽ ഹനഫി അൽ മാതുരിദി. അദ്ദേഹത്തിന്റെ പേര് എങ്ങനെയാണ്? ലം യകുൻ ലഹു നദീറുൻ ഫി സമാനി ഫിൽ ഫിൽമിൽ ഹക്കമിയ്യ വൽ ഉലൂം അറബിയ്യ. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു നദീർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല, ആ രൂപത്തിലുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ പിന്നെ ഖിലാഫ്, ജദല്, മീസാന്, ഹിക്മത്ത്, ലുഗത്ത്, കർമ്മശീർ, ഈ വിഷയത്തിലൊക്കെ അദ്ദേഹത്തിനെ വെല്ലാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് അദ്ദേഹം ഉലമാക്കളുടെ സിയല്ല, സാധാരണക്കാരുടെ സിയാണ് ധരിച്ചിരുന്നത്. അതുപോലെ തന്നെ ചെസ് കളിക്കുമായിരുന്നു. അതുപോലെ തന്നെ മ്യൂസിക്, അതുപോലെ തന്നെ ഡാൻസിന്റെ ഒക്കെ മജ്‌ലിസിൽ അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. അതിലൊന്നും പ്രത്യേകിച്ചൊന്നും ഒരു വേർതിരിവും കാണിക്കാത്ത വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുസന്നഫാത്തുകളാണ് ജിൻസുൽ ഖാലി ഫി ശർഹ് ജൗഹറുൽ ആലി, ഹദീദുസ് സഅദിയ്യ,
ഹാഷിദുന തൽഹീസ് ഷിഫാഖ്, ഹാഷിദുന ഷറഹി സുല്ലമിൽ ഖാദി, താരിഖ് ഫിഖ്ഹുൽ ഹിന്ദ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ മുസന്നഫാത്തുകളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള സെഷനുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കണ്ടുമുട്ടാം. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.